السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. നമ്മൾ 61 ആയത്ത് വരെയാണ് കഴിഞ്ഞത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് അല്ലേ? അത് നമ്മൾ പറഞ്ഞതിനേക്കാൾ ഉണ്ട്. ഇനിയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ആയത്തുകളിലൊക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളത് എന്തിനു വേണ്ടി, ഹിഫ്ലാക്കാൻ വേണ്ടിയോ തിലാവക്ക് വേണ്ടിയോ നമസ്കാരത്തിൽ ഓതുമ്പോഴോ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നമ്മൾ ചിന്തിക്കുക, കൂടുതൽ കൂടുതൽ നമുക്ക് അതിൽ നിന്ന് ലെസൺസ് ഉൾക്കൊള്ളാനുണ്ടാവും. ആ ഒരു ആയത്ത് നല്ല ഏതായത്തുകളാണെങ്കിലും നമ്മൾ ഈ പഠിച്ച അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയണ്ട, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിൽ സ്റ്റോപ്പ് ചെയ്ത് കളയണ്ട. വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് ഇട്ട് തരുകയും ചെയ്യും. അത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡിലെ നന്ദി കാണിക്കുക എന്നുള്ളത്. ശരിക്കും നമ്മളുടെ ഹംദുകളൊക്കെ ഒരു പുതിയ ഫോം എടുത്തുകൊണ്ടിരിക്കുക അല്ലെ? പണ്ടത്തെ ഹംദും പണ്ട് നമ്മൾ കാണിച്ചിരുന്ന നന്ദിയും ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിയും തമ്മിൽ നല്ല വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ. നമ്മൾ കൂടുതൽ കൂടുതൽ കാരണങ്ങൾ അന്വേഷിച്ചു തുടങ്ങി നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്, ശുക്ർ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? മുമ്പൊക്കെ നമുക്ക് അങ്ങനെ ഒരു നന്ദി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കണം, ഹംദ് ചെയ്യണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു അൽഹംദുലില്ലയിൽ ഒതുങ്ങുമായിരുന്നു അല്ലെ? അല്ലെങ്കിൽ അൽഹംദുലില്ല വ്യത്യസ്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ വിചാരം നമ്മൾ നന്ദി കാണിച്ചു എന്നായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മളത് ഒരു ഹംദിന്റെ ലൈഫ് സ്റ്റൈലായി, ശുക്രന്റെ ലൈഫ് സ്റ്റൈലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ പറഞ്ഞ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈവൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ? നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അള്ളാഹു ആയിട്ടുള്ള സംസാരം. നമ്മൾ ഓൾറെഡി മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ പല കാര്യങ്ങളും ചിന്തിക്കുകയും പലതും നമ്മളുടെ ഉള്ളിൽ കൂടെ പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ആ ചിന്തകളും ഒക്കെ നമ്മൾ അള്ളാഹുവിനോടുള്ള സംസാരമാക്കി മാറ്റുക, അള്ളാഹുവിനോടുള്ള ദുആ ആക്കി മാറ്റുക, അള്ളാഹു ചെയ്തു തന്ന ഫേവേഴ്സിനുള്ള അതിനെക്കുറിച്ചുള്ള ദിക്റാക്കി മാറ്റുക, അതിനുള്ള ഹംദാക്കി മാറ്റുക അല്ലെ? തസ്ബീഹാക്കി മാറ്റുക. അപ്പം എല്ലാ സമയവും അള്ളാഹു ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ, അതാണ് എന്താണ് അള്ളാഹുവിന്റെ ദിക്ർ അല്ലെ? പിന്നെ പഠിച്ച കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ബ്ലെസ്സിങ്സ്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം കൺവീനിയന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് യൂസ് ചെയ്യാൻ പാടില്ല, ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല സൗകര്യങ്ങളും പല അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിച്ച് നമുക്ക് തർബിയത്ത് നടത്താനും നമ്മളെ പഠിപ്പിക്കാനും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അപ്പൊ ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ച് നമ്മളുടെ എന്താണ് പേർപ്പസ്, നമ്മളുടെ ലക്ഷ്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം അല്ലെ? പക്ഷേ അതിന്റെ കൂടെ തന്നെ ഈ ഒരു അനുഗ്രഹങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ട് അത് ഫസാദാക്കി മാറ്റരുത്. അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, പക്ഷേ ഭക്ഷണമാണ് മെയിൻ എന്നുള്ളത് ചിന്തിക്കരുത്. പക്ഷെ നമ്മളുടെ ആരോഗ്യത്തിന് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച കർത്തവ്യം, കടമ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാം, നമ്മളുടെ ഭക്ഷണം നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമുക്ക് റെസ്റ്റ് എടുക്കാൻ തന്നിട്ടുള്ളത് ഉപയോഗപ്പെടുത്തുക, നമുക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നെഗറ്റീവ് സാഹചര്യങ്ങളായിരിക്കും. ആ നെഗറ്റീവ് സാഹചര്യങ്ങൾ പോലും നമുക്ക് അള്ളാഹുവിന്റെ ദഅവയിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലെ? ഇപ്പൊ ബനി ഇസ്രായേലിനെ അവിടെ 40 കൊല്ലം വളരെ ഊഷരമായിട്ടുള്ള, എന്താ പറയാ, ഒരു പ്ലെയിൻ ലാൻഡ് അല്ലെങ്കിൽ മരുഭൂമി പോലെയുള്ള ഒരു ലാൻഡിലാണ് അവരിട്ടത്. അത് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രതികൂല സാഹചര്യമാണ് അല്ലെ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ആ സാഹചര്യത്തിലേ അവരത് പഠിക്കുകയുള്ളൂ എന്ന് അല്ലെ? കൂടുതൽ കംഫർട്ട് കൊടുത്തിട്ട് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവരെ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊ അവർക്ക് പഠിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുന്ന, പ്രതികൂലമാണെന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉപയോഗിച്ചിട്ട്
റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുക, റബ്ബിന്റെ ദീൻ പഠിക്കുക, റബ്ബിന്റെ ഖുർആൻ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉപയോഗിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അത് നമ്മൾ എന്താണ് വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ അല്ലേ, അത് അതിര് കവിഞ്ഞിട്ട് മുഫ്സിദായി പോകുന്ന അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് കാര്യം, അത് ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, ഇവിടെ എന്ത് കാര്യവും നമുക്കെല്ലാം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി എന്തും നമുക്ക് ഉപയോഗിക്കാം. ഏത് സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താം. നമ്മളുടെ കപ്പാസിറ്റിക്ക്, നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്നതാണ്. അതായത് നമ്മൾ കടം വാങ്ങണ്ട എന്നുള്ള സാഹചര്യത്തിലുള്ളത് എന്തും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന അനുഗ്രഹം നമ്മളെ കൂടുതൽ സൗകര്യത്തിന് വേണ്ടി, ആ സൗകര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഭൂമിയിലെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാവരുത്, പകരം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഉള്ള കാര്യമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നത് പിശുക്കി വെക്കുക അല്ലെ, ആവശ്യത്തിൽ ചെലവഴിക്കാതെ വെക്കുക. അതേസമയം നമുക്ക് കിട്ടിയത് വളരെ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ലാവിഷായിട്ട് അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ട്, അതല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതും അതിന്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ദ്വാ ചെയ്യുന്ന കാര്യം, ദ്വാ ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ മുമ്പേ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടി ദ്വാ ചെയ്തിരിക്കണം, ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ദ്വാ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും വേണം അല്ലേ. നമ്മൾ ദുആ ചെയ്തിട്ട് എനിക്ക് എല്ലാം റബ്ബ് നോക്കിക്കോളും, എല്ലാം ഖുർആനിലുണ്ട്, എല്ലാം ഖുർആനിലെ സമാധാനം എന്ന് പറയുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ദുആ ചെയ്യുന്നതിന്റെ കൂടെയും അല്ലാഹു പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാത്തിനും നമ്മളൊരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എടുക്കാനുള്ളത് നമ്മൾ എടുക്കുക തന്നെ വേണം. അപ്പൊ ഏതൊരു കാര്യവും ദുആ ചെയ്യുക, അതിന്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ ശ്രമിക്കുക. എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾ പഠിച്ച പുതിയ പാഠങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിലും, നമ്മളെ ജീവിതത്തിലെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, എന്ത് കാര്യത്തിനാണെങ്കിലും ദ്വായും പ്രവർത്തനവും ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതേസമയം നമ്മൾ ചോദിക്കുന്ന രീതി നന്നായിരിക്കുക. അല്ലാഹുവേ നീ എന്ത് പരിപാടിയാ ചെയ്തല്ലേ, അവര് ചോദിച്ച മാതിരി ഇത് എന്തൊരു സാധനം നമുക്ക് തന്നു, നമുക്കിത് വേണ്ട എന്ന് പറയുന്ന ധിക്കാരപരമായിട്ടുള്ള കാര്യം ആവാതിരിക്കുക. നമുക്ക് പ്രയാസമാണെങ്കിൽ റബ്ബേ ഇത് എനിക്ക് പ്രയാസമാണ് റബ്ബേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ചിലപ്പം എന്റെ അറിവുകേട് കൊണ്ടായിരിക്കും, എന്റെ കഴിവുകേട് കൊണ്ടായിരിക്കും, നീ എനിക്കിത് എളുപ്പാക്കി താ, അല്ലെങ്കിൽ നീ എനിക്ക് ഇതിന് പകരം ഇതിനേക്കാളും നല്ലത്, എനിക്ക് എളുപ്പമുള്ളത് ഒന്ന് താ. ആ രീതിയിൽ എപ്പോഴും നമ്മൾ റബ്ബിനോട് ചോദിക്കുമ്പോൾ റബ്ബിന്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ, കാരണം റബ്ബ് ഒരിക്കലും തെറ്റായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരൂല. അത് എന്റെ കഴിവുകേടാണ്, എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവുകേട് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമുക്ക് ചോദിക്കാം എപ്പോഴും റബ്ബിനോട്, ഒന്നിനു പകരം വേറൊന്ന് ചോദിക്കാം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ അതൊരിക്കലും റബ്ബിന്റെ ഹിക്മത്ത് തെറ്റാണ്, നീ എന്താ ഇത് ചെയ്തത് എന്നുള്ള ഒരു അവസ്ഥയിൽ ആയി പോവരുത് നമ്മുടെ ചോദ്യങ്ങൾ. നമ്മളെ ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ ഒരു ഉബൂദിയത്ത്, നമ്മൾ അബ്ദാണെന്നുള്ള കാര്യം ചോദ്യങ്ങളിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പം ഇതുപോലെ കുറെ ലെസൺസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഒരുപാടുണ്ട്. അതിനകത്ത് കുറച്ച് വളരെ പോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ശരിക്കും നമുക്ക് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ടത്, വേണമെങ്കിൽ എല്ലാവർക്കും നമ്മൾ ബുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നു, അത് ഒരു സൈഡിൽ സീക്രട്ട് ആക്കി വെച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ബോർഡോ ആളുകൾ കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഓരോ ലെസൺസ് നമ്മൾ പഠിക്കുമ്പോഴും അതിൽ നിന്നൊരു കോട്ട് പോലെ ഒരു 2-3 ലൈൻ എഴുതി അത് അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എഴുതി വെക്കാൻ പറ്റുന്ന, അത് നമ്മൾ വരുമ്പോൾ പോകുമ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വരും. നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റും കണ്ടോട്ടെ, ഖുർആനിൽ ഇന്ന ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്, അത് പറയുമ്പോൾ അതിന് ഇത്ര ഭംഗിയുണ്ട്, അത് കേൾക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നും, അത് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതിയാന്ന് പറഞ്ഞിട്ട് ചിലപ്പോണ്ടേയിരിക്കും അത് അവരുടെ മനസ്സിൽ കത്തുന്നു അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ചിന്തിക്കാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നമുക്ക് അത് ഷോ ഓഫ് ആണെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതിരിക്കുക, അതല്ല, നമുക്ക് നമ്മളെ തന്നെ ചില സമയത്ത് റിമൈൻഡ് ചെയ്യേണ്ടി വരും അല്ലെ. അതുവഴി ചിലപ്പോൾ നമുക്ക് ദാവ ചെയ്യാനും പറ്റിയേക്കാം. ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്നുള്ളൂ. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടം പോലെ. അള്ളാഹു എളുപ്പാക്കട്ടെ എല്ലാ കാര്യങ്ങളും. ആമീൻ. അപ്പം ഇന്നത്തെ ആയത്ത് നമുക്ക് 62ാമത്തെ ആയത്തിൽ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ട്രാൻസ്ലേഷൻ ആണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരോ, യഹൂദമതം സ്വീകരിച്ചവരോ, ക്രൈസ്തവരോ, സാബികളോ ആരാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. നമുക്ക് വാക്കർത്ഥം നോക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന നിശ്ചയമായും, അല്ലദീന യാതൊരുവർ,
ആമനു അവർ വിശ്വസിച്ചു. അവസാനം വാ അലിഫ് ഉണ്ട്, പ്ലൂറൽ ആണ്. ആമനു അവർ വിശ്വസിച്ചു. വല്ലദീന യാതൊരുവരും, ഹാദു അവർ യഹൂദികളായി, വന്നസ്വാറ ക്രിസ്ത്യാനികളും, വസ്വാബിഈൻ സാബികളും, മൻ ആമന ആര് വിശ്വസിച്ചുവോ, ബില്ലാഹി അള്ളാഹുവിൽ. നമുക്ക് ഈ യഹൂദി ക്രിസ്ത്യാനി സാബിയൊക്കെ നമ്മുടെ തഫ്സീറിൽ കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. വൽ യൗമിൽ ആഖിരി അന്ത്യനാളിലും, വ അമില അവർ പ്രവർത്തിക്കുകയും ചെയ്തു, സ്വാലിഹൻ സൽക്കർമ്മം. സ്വാലിഹ് ഇവിടെ ഫായിൽ പാറ്റേണിലാണ് അല്ലെ. ഫായിൽ നമുക്കറിയാം, കാഫിർ, ഖാസിർ ഒക്കെ കുറെ വാക്കുകൾ, ഫാസിഖ് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു കാര്യം ഫസാദ് ചെയ്യുന്നവൻ അല്ല, ഫിസ്ഖ് ചെയ്യുന്നവൻ ഫാസിഖ്, കുഫ്ർ ചെയ്യുന്നവൻ എന്താണ്, കാഫിർ. അതുപോലെ സുൽഹ് നല്ല കർമ്മങ്ങൾ നല്ലത് ചെയ്യുന്നവൻ ആരാണ്, സ്വാലിഹ്. അപ്പോൾ അമല സ്വാലിഹൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തു. ഫലഹും എന്നാൽ അവർക്കുണ്ട്, അജ്റുഹും അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ. ഇന്നലത്തെ ഗ്രാമർ ടിപ്സ് ക്ലാസ് കേട്ടവർക്ക് ഇപ്പം കത്തണം അല്ലെ. ഹും ഹിം എന്നൊക്കെ വരുമ്പം എപ്പോഴും എന്താണ്, അവർ അവർ അവരുടെ എന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കും. അത് അറ്റൻഡ് ചെയ്യാത്തവർ എന്തായാലും അറ്റൻഡ് ചെയ്യാം. ഈ ഒരു അറ്റാച്ച്മെന്റ്, അതായത് സർവനാമങ്ങൾ, പ്രൊനൗൺസും പ്രൊനൗൺ അറ്റാച്ച്മെന്റ്സും പഠിച്ചു വെക്കുക. ഖുർആനിൽ ഇങ്ങനെ അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് വേഗം ഓടും. ഓക്കെ, ഹും പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഹിം പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാളും ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിരിക്കും. വല ഖൗഫുൻ അവർക്ക് ഭയം, ഒരു ഭയവുമില്ല, അലൈഹിം വീണ്ടും ഹിം അല്ലെ, അവർക്ക് അവരുടെ മേൽ, വലാഹും അവർ അല്ലതാനും. ഇവിടുത്തെ ഹും അറ്റാച്ച്മെന്റ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഹും ആണ്. ആദ്യം നമ്മൾ പഠിച്ച അല്ലെ, ഹുവ ഹുംപ്പെട്ട ഹും. യഹ്സനൂൻ അവർ വിഷമിക്കുന്നവർ, വിഷമിക്കുന്നു, ഹുസ്നിൽ നിന്ന് വന്ന വാക്കാണ്. നമുക്ക് ഈ ഒരു ആയത്തിന്റെ തഫ്സീർ നോക്കാം. അപ്പൊ നമ്മൾ ബനി ഇസ്രായേലിന്റെ അനുസരണക്കേടുകളും അഹങ്കാരങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ കുറച്ച് ആയത്തുകളായിട്ട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ ബനി ഇസ്രായേലും അങ്ങനെയല്ല. അവരെല്ലാവരും നന്ദിയിട്ടവരല്ല, എല്ലാവരും അനുസരണക്കേട് കാണിക്കുന്നവരായിരുന്നില്ല, എല്ലാവരും പ്രവാചകന്മാരെ കൊല്ലുന്നവരായിരുന്നില്ല, എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിക്കുന്നവരായിരുന്നില്ല. അവരുടെ ഇടയിലും ചില സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ, അനുസരണയുള്ളവര്, നന്ദിയുള്ളവരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ എന്താണ്, പ്രശംസിക്കുകയാണ് അല്ലെ. അള്ളാഹു പറയാണ്, ഇന്നല്ലദീന ആമനു നിശ്ചയമായും അവർ എന്താണ്, വിശ്വസിച്ചു. ആരാണ് അവര്? അല്ലദീന ആമനു എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലദീന ആമനു എന്ന് പറഞ്ഞ ഖുർആനിലുടനീളം പറയുന്നത് ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ച ആളുകളാണ്. ഓക്കെ, വല്ലദീന ഹാദു അവർ ആരാണ്? ജൂതന്മാരായി, യഹൂദികളായി മാറിയവരാണ്. ഹാദു എന്നുള്ള വാക്കിന് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം അതിന് റൂട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അതൊരു പ്രോപ്പർ നെയിം, ഹീബ്രു ഭാഷയിൽ നിന്ന് വരുന്ന ഒരു പ്രോപ്പർ നെയിം എന്ന് പറഞ്ഞാൽ ഒരാളുടെയോ ഒരു ഗ്രൂപ്പിന്റെ ഒക്കെ പേരുകളെയാണ് പ്രോപ്പർ നെയിം എന്ന് പറയുന്നത്. അപ്പം ഹീബ്രു ഭാഷയിൽ നിന്ന് വന്ന ഒരു പ്രോപ്പർ നെയിമാണ് ഹാദു എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അറബിയിലുള്ള വാക്കുകൾ വേറെ ഒരു ഭാഷയിൽ നിന്ന് വന്നതാണെങ്കിൽ അതിന് റൂട്ട് ഉണ്ടാവില്ല. അപ്പം അത് ഓക്കെ, ഇന്ന ഭാഷയിൽ നിന്ന് വന്നു, ഇന്നതാണ് അർത്ഥം, ഇത് അറബി ആയതാണ് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾക്ക് റൂട്ട് ഉണ്ടാവില്ല. എന്നാൽ ഈ ഹാദു എന്നുള്ള വാക്കിന് വേറൊരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അതിന് റൂട്ട് ഉണ്ട്. ഹ വാവ് ദാൽ, ഹാദ യഹൂദു. ഹാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് താബ എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനാണ് നമ്മൾ താബ എന്ന് പറഞ്ഞത്. അതേ മീനിങ് തന്നെയാണ് ഹാദയ്ക്കും. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ജൂതന്മാര്, യഹൂദികള് അല്ലദീന ഹാദു എന്ന് വിളിക്കപ്പെട്ടത്? കാരണം ഹാദക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ് അർത്ഥമെങ്കിൽ അവരെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത്, അവര് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ, പശുക്കുട്ടീനെ ആരാധിച്ചു. അപ്പം അതിൽ നിന്ന് അവര് പശ്ചാത്തപിച്ച് മടങ്ങിയവരാണ് അല്ലെ.
അപ്പം അങ്ങനെ അവര് പശ്ചാത്തപിച്ച് മടങ്ങിയവരായതുകൊണ്ട് അവരെ അല്ലദീന ഹാദു എന്ന് വിളിച്ചു. സുബ്ഹാനല്ലാഹ് അല്ലെ, അവരുടെ ആ പശ്ചാത്താപം അല്ലെ, ഒരു കൂട്ടരെ എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കണമെങ്കിൽ അതായിരിക്കണം അവരുടെ ഹൈലൈറ്റ്, അവരുടെ എന്താ പറയാ, അവരിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അവരോടുള്ള ഒരു ഇഷ്ടം നോക്കണം. അവരുടെ ആ ഒരു പശ്ചാത്തപിച്ച് മടങ്ങലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരെ അല്ലദീന ഹാദു എന്ന് വിളിച്ചതായിട്ട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല്, ഹാദു എന്ന് അവരെ വിളിക്കുന്നത് അവരുടെ തന്നെ പൂർവികന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു യഹൂദ. അപ്പം യഹൂദ എന്ന് പറയുന്നത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മകനാണ്. നമുക്കറിയാം യാക്കൂബ് അലൈഹി ഇസ്ലാമിന് 12 മക്കളുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. യൂസുഫ് അലൈഹി ഇസ്ലാം അതിലൊരാളാണ്. അതുപോലെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വേറൊരു മകനായിരുന്നു യഹൂദ. അപ്പം യഹൂദയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ യഹൂദയുടെ മക്കളെയും ആ ഒരു സന്തതി പരമ്പരകളെയാണ് യഹൂദി എന്ന് വിളിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് ഹാദു എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്നത്. അപ്പം അല്ലദീന ഹാദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജൂതന്മാരായവരും. അപ്പം ശരിക്കും ജൂതന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, മൂസ അലൈഹിസ്സലാമില് വിശ്വസിച്ചവരും അല്ലെ. തുടർന്ന് അവരിലേക്ക് അയച്ച എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചവര്, തൗറാത്ത് പിന്തുടരുന്ന ആളുകള്, അവര് തൗറാത്ത് പിന്തുടർന്ന് തൗറാത്തിനനുസരിച്ച് ജീവിച്ച ആൾക്കാരാണ് ആര്, ജൂതന്മാര്. അടുത്തത് വന്നസോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്ത്യാനികൾ. നസോറ എന്ന വാക്ക് നസ്രാനി എന്ന വാക്കിന്റെ ബഹുവചനാണ്, പ്ലൂറലാണ്. നസ്രാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് നസ്രാനി. പക്ഷെ എന്തുകൊണ്ടാണ് അവരെ നസോറ എന്ന് വിളിക്കാൻ കാരണം? ഇതില് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നസ്ർ എന്ന വാക്കിൽ നിന്നാണ്, ഇതിന് വീണ്ടും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. നസ്ർ എന്ന വാക്കിൽ നിന്നാണ് നസ്രാനി ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. നസ്രു നമുക്കറിയാം അല്ലെ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ നസ്ർ, സഹായം. അപ്പം നസ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാം. ഈസ അലൈഹിസ്സലാം അദ്ദേഹം ഒരു പ്രവാചകനായി വന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് എതിർപ്പുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ്. അപ്പം ഈസ അലൈഹിസ്ലാമിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഈസ അലൈഹിസ്ലാം ചോദിക്കുന്നുണ്ട്, ആര് എനിക്ക് എന്താവും, ഒരു അള്ളാഹുലേക്കുള്ള ഒരു സഹായിയാവും, അൻസാരി ഇലല്ലാഹ്, ആര് എന്നെ സഹായികളാവും. അപ്പം കുറച്ച് ആൾക്കാർ അല്ലെ അദ്ദേഹത്തിൽ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി, ഈസ അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ മിഷൻ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണോ അതിനകത്ത് സഹായിക്കാൻ വേണ്ടി ഒരുങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ഈസ അലൈഹി ഇസ്ലാമിനെ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അവരെ നസ്രാനി എന്ന് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അതിന്റെ പ്ലൂറൽ ആയിട്ടുള്ള നസോറ. വേറെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല്, ഈസ അലൈഹി ഇസ്ലാം നസ്രത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത് അല്ലെ. നമുക്ക് ബൈബിള് കേട്ടിട്ടും അല്ലാതെയൊക്കെ അറിയാം, നസ്രത്ത് ആയിരുന്നു ഈസ അലൈഹി ഇസ്ലാമിന്റെ സ്ഥലം. അപ്പം അതിൽ നിന്നാണ് ഈ നസ്രാനി ഉണ്ടായതെന്നും അല്ലെങ്കിൽ നസോറ ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ ഇത് രണ്ടാണ് ഇതിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ. പിന്നെ എന്താ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസോറ വസ്സാബിഈൻ. അടുത്തത് വസ്സാബിഈൻ അല്ലെ. സ്വാബിഈൻ എന്ന് പറയുന്നത് സാബിഹ് എന്ന വാക്കിന്റെ ബഹുവചനാണ്. ഈ ഒരു കാര്യത്തില് പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായങ്ങളും അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള ഒരു വാക്കാണ് സ്വാബിഈൻ. ചിലര് പറഞ്ഞു അവര് ക്രിസ്ത്യാനികളില് ഒരു കൂട്ടരാണ്, ഒരു വിഭാഗമാണ്. വേറെ ചിലർ പറഞ്ഞു അല്ല, അവര് ജൂതന്മാരുടെ ഒരു വിഭാഗമാണ്. എന്നാൽ വേറെ ചിലർ പറയുന്നത് അവര് മജൂസികൾ, അതായത് അഗ്നി ആരാധകരായിട്ടുള്ള അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് ഈ സ്വാബി എന്ന് പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു അവര് അഹ്ലുൽ കിതാബിന്റെ ആളുകൾ തന്നെയാണ്, പക്ഷെ അതായത് അവർക്ക് ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അവർ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ അല്ല. അവർ ഗ്രന്ഥം കിട്ടിയ ആളുകളാണ്, പക്ഷെ അവർ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ അല്ല. പ്രബലമായ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല് അവര് യഹ്യ അലൈഹിസ്സലാമില് വിശ്വസിച്ചവരാണ്. യഹ്യ അലൈഹിസ്സലാമിനെ പിന്തുടരുകയും അദ്ദേഹം കൊടുത്ത ഇൻസ്ട്രക്ഷനും ഗൈഡൻസും വഴി ജീവിക്കുകയും ചെയ്ത ആളുകളാണ് സ്വാബീങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. യഹ്യ അലൈഹിസ്സലാം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പ്രവാചകനായിരുന്നു. ഇപ്പോഴും ഇറാഖില് ചില സ്ഥലങ്ങളിൽ മാൻഡേയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഭാഗം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ, ഏകദേശം 60,000 70,000 അത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത്രയും ആയിട്ട് മാൻഡിയൻസ് എന്ന പേരിൽ ഈ ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. അവരെ ലോക്കൽസ് അവരെ സുബ്ബ എന്നാണ് വിളിക്കുന്നത്. ഈ സ്വാബിന്റെ അതേ സ്വാദ് ബ, ഓക്കെ, സുബ്ബ.
എന്നാണ് അവർ അറിയപ്പെടുന്നതെന്ന് പറയപ്പെടുന്നത്. അള്ളാഹു ആലം എന്താണ് അവരുടെ യഥാർത്ഥ എന്താ പറയാ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് അവരെന്നുള്ളത് അള്ളാഹു ആലം. അപ്പം ആരെന്നെയാണെങ്കിലും അവർ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ വിശ്വസിക്കുകയും അല്ലെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു. ആദ്യം ഇനീഷ്യലി അവർക്ക് ഒരു കറക്റ്റ് വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അവര് മെല്ലെ മെല്ലെ അല്ലെ അവരുടെ മതത്തിൽ വലിയ ചേഞ്ചസ് ഒക്കെ വരുത്തി, കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കൊണ്ടുവന്ന് അവരുടെ മതം ഡിസ്റ്റോർട്ട് ചെയ്ത അല്ലെങ്കിൽ മാറ്റിമറിച്ച ആൾക്കാരാണ് അവർ. അങ്ങനെ ഇവിടെ ഇപ്പം പല പല ഗ്രൂപ്പുകളെ കുറിച്ചും പറഞ്ഞു അല്ലെ. അല്ലദീന ആമനു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, വല്ലദീന ഹാദു, ജൂതന്മാര്, വന്നസോറ, ക്രിസ്ത്യാനികള്, വസ്വാബിഈൻ, യഹ്യ അലൈഹി ഇസ്ലാമിന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സ്വാബിയങ്ങള് ആരാണെങ്കിലും അള്ളാഹു ആലം അങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു അവരുടെ ഇടയില് മൻ ആമന ബില്ലാഹി, ആര് അള്ളാഹുവിൽ വിശ്വസിച്ചോ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും വിശ്വസിച്ചോ. ആഖിർ നമുക്കറിയാം ഹംസ ഖ റ അല്ലെ, അവസാനത്തെ അല്ലെങ്കിൽ ശേഷം വരുന്നത്. അപ്പം വിശ്വാസികളില് ആർക്ക്, അതായത് അവരുടെ ഇടയിൽ ആര് വിശ്വസിച്ചോ, ആർക്ക് ഈമാൻ ഉണ്ടായോ, ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചോ അവരെ കുറിച്ച് പറയണല്ലേ. അപ്പം അതിനു മുമ്പ് ഈമാനിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. നമ്മള് ബഖറയിലെ 3-ാമത്തെ ആയത്ത് പഠിച്ചപ്പം ഈമാന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കാരുടെ അടുത്ത് പറയണം, അതൊന്നും പറ്റുമെങ്കിൽ പോയി കേൾക്കുക. അത്തസ്ദീഖു മഅൽ ഖുബൂലു വൽ ഇദ്ആൻ ആണ് ഈമാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരു കാര്യത്തിനുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ട്, അത് ഞാൻ നാവുകൊണ്ട് സത്യപ്പെടുത്തുന്നുണ്ട്, അത് പ്രവർത്തനമായിട്ട് എൻ്റെ ഞാൻ എൻ്റെ ആക്ഷൻസിൽ അത് വരുന്നുമുണ്ട്. അങ്ങനെയുള്ള അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായത് കൊണ്ട് അത് ഈമാൻ ആവില്ല. നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഈമാൻ ആവില്ല, ഹൃദയത്തിലും എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ആയതുകൊണ്ട് ഈമാൻ ആവില്ല. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തതാണ് ഈമാൻ. അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള വിശ്വാസം അല്ലെ. ഓയിബിലാണ് നമുക്ക് ഈമാൻ വേണ്ടത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഓയിബ്, അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടെന്നുള്ള വിശ്വാസം, അള്ളാഹുവിലെ നാമങ്ങൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ, സ്വർഗം, നരകം, യൗമുൽ ആഖിറ, മലായിക്ക, ഇതിലൊക്കെ നമുക്ക് ഈമാൻ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകൾ നമ്മൾ അന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ മുജീബ്, അൽ ഖദീർ അല്ലെ. അള്ളാഹു അൽ മുജീബാണ്, അള്ളാഹു നമ്മളുടെ എല്ലാ ദുആകൾക്കും ഉത്തരം നൽകുന്നവനാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ. അല്ലെങ്കിൽ അള്ളാഹു അൽ ഖദീറാണ്, അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു തീരുമാനിച്ചതിന് അനുസരിച്ചാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ ഈ വാക്കിന്റെ അർത്ഥം ഇന്നതാണ്, അതെനിക്ക് മനസ്സിലായി, അതെനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല. ഇനി അതും കഴിഞ്ഞ് ഞാൻ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയൊക്കെ നല്ലോണം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല. ഇത് നമ്മളുടെ പ്രവർത്തനങ്ങളിലും കൂടെ വരണം. അള്ളാഹു അൽ മുജീബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ദുആകൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകും എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യണം. ഞാൻ എത്ര കാലമായി ദുആ ചെയ്യുന്ന, എന്താ റബ്ബിന്റെ ദുആ കേൾക്കാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അൽ മുജീബില് മുഴുവൻ വിശ്വസിക്കാത്തവരായി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ദുആകൾക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവിന്റെ ഹിക്മത്തിനനുസരിച്ച് അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചല്ല. ചിലപ്പോൾ തടഞ്ഞു വെച്ചിട്ടായിരിക്കും അള്ളാഹു അതിന് ഉത്തരം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ചിലപ്പം വൈകിച്ചിട്ടായിരിക്കും ഉത്തരം നൽകുന്നത്. അതേപോലെ അള്ളാഹു അൽ ഖദീറാണ്, അള്ളാഹു എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഖദറിനനുസരിച്ച് എല്ലാം നടക്കുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിന് എല്ലാം സാധിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഖദീറിന്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലായി, ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ അസ്മാഉൽ ഹുസ്ന രാവിലെ വൈകുന്നേരം 100 പ്രാവശ്യം പറയുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. നമ്മൾ ജീവിതം അൽ ഖദീറിനെ വിശ്വസിച്ചതുപോലെ ആയിരിക്കണം. അള്ളാഹുവിനെ കൊണ്ട് എല്ലാം പറ്റും, പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് അല്ലെ. അപ്പം അതാണ് ഈമാൻ. നമ്മള് അദ്കാറുകൾ അല്ലെ, നമ്മളെ രാവിലത്തെയും വൈകുന്നേരത്തെ അദ്കാറുകൾ, ഏത് സമയത്ത് നമ്മൾ എന്ത് അല്ലെ എന്ത് അദ്കാറ് ചൊല്ലുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഇതെല്ലാം നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം കൂടുതൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡിസ്കഷൻസിലൊക്കെ വന്നിട്ടുള്ള ദുആണ് റബ്ബി ഇന്നി അൻസൽതു ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ അല്ലെ. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും, റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും, റബ്ബ് ഉത്തരം പറയുന്നുണ്ടാവും, എന്നിട്ട് നമ്മൾ വിഷമിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ പ്രശ്നങ്ങളിൽ അല്ലെ. ഇപ്പം എവിടെയോ നമ്മളുടെ ഈമാൻ കംപ്ലീറ്റ് അല്ല. ഈമാൻ ഹൃദയത്തിലെ വിശ്വാസത്തിൽ തുടങ്ങി നാവില് പറയുന്നതിൽ നിന്ന് നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്.
അപ്പം ഈ ഒരു അദ്കാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാവിലത്തെ വൈകുന്നേരത്തെ അദ്കാർ നമ്മൾ ഏതും നമ്മുടെ ദ്വാകള് സ്വലാത്തുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എണ്ണ ഒപ്പിച്ച് പറയുന്നുണ്ടാവും. നമ്മൾ കൈയും നമ്മളുടെ കണ്ണും ഒക്കെ വേറെ പല സ്ഥലങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പല പണികൾ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ നമ്മുടെ മെസ്സേജസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയണം അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലുത്. അത് പറയുകയും ചെയ്യുക, അതിനേക്കാളും വലുതായിട്ട് പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക, അല്ലേ? അപ്പം എവിടെയോ നമുക്ക് ഈ മൂന്നെണ്ണം തമ്മിലുള്ള കോർഡിനേഷൻ മിസ്സാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കുറച്ച് സമയമെങ്കിലും നമുക്ക്, ചിലപ്പം എല്ലാ സമയത്തും നമുക്കത് പറ്റുന്നുണ്ടാവില്ല. മാനുഷികമായ ഒരുപാട് അറ്റാച്ച്മെന്റ്സ് പലതിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലതും നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ടാവും. എന്നാലും കുറച്ച് സമയമെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഈ പറഞ്ഞ എല്ലാം മാറ്റി വെച്ചിട്ട് അക്ബറായ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഹൃദയവും നാവും നമ്മളുടെ പ്രവർത്തനങ്ങളും ഒരേ കോർഡിനേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി അത് കുറച്ച് നമ്മൾ ശ്രമിച്ചാലേ പിന്നീട് അത് കുറച്ച് അധികമായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഈമാൻ. ആൻഡ് ഈ ഈമാൻ നമ്മൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുമ്പം, അല്ലെ, അത് അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഫസ്റ്റ് ഏറ്റവും ആദ്യം നോക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയങ്ങളിലാണ്, അല്ലെ? എല്ലാം ഹൃദയത്തിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. ഹൃദയം മാറ്റലാണ് ഇമ്പോർട്ടന്റ്. എത്ര റൂട്ട് ലെറ്റേഴ്സ്, എത്ര റൂട്ട് വേർഡ്സ് നമ്മൾ പഠിച്ചു എന്നുള്ളത് ഒരു വിഷയമുള്ള കാര്യമേ അല്ല. നിങ്ങൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമേ അല്ല. സുബ്ഹാനല്ലാഹ്. പരീക്ഷയ്ക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് തീരെ ഇമ്പോർട്ടന്റ് അല്ല. എസ്പെഷ്യലി ഈ ഒരു എക്സാം നമ്മൾ ഒബ്ജക്റ്റീവ് മോഡിൽ നടത്തുന്നത് കൊണ്ട്, അല്ലെ, ആൻസേഴ്സ് 5 ഒന്ന് ചൂസ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ക്ലാസ് കേൾക്കുക പോലും ചെയ്യാത്തവർ ഫുള്ള് സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് എന്താണ്, അത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു ചേഞ്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഹൃദയത്തിന്റെ ചേഞ്ച് ആണ് ഇമ്പോർട്ടന്റ്, അല്ലെ? നമ്മൾ കോഴ്സിന് തന്നെ നൂറ സ്വദരി എന്നാണ് വിളിക്കുന്നത്. ഹൃദയത്തിന്റെ പ്രകാശം. നമ്മളുടെ ഹൃദയം പ്രകാശപൂരിതമാവണം. ആ പ്രകാശം നമ്മളുടെ ജീവിതത്തിലേക്ക് വരണം. പഠിച്ചതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന്റെ ഇഫക്റ്റ് കാണണം, അല്ലെ? അങ്ങനെയുള്ള ഒരു പ്രകാശം, ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശമാകുമ്പോൾ അത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിലേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ, അപ്പം അതാണ് നമ്മളുടെ മെയിൻ എയിം. അപ്പം ഈമാൻ എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈമാന്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈമാന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പ്രവർത്തനത്തിലേക്ക് വരുന്ന എന്തോ ഒന്നാണ് ഈമാൻ. ഹൃദയം മിസ്സായാലും പ്രശ്നമാണ്, നാവ് മിസ്സായാലും പ്രശ്നമാണ്, പ്രവർത്തനം മിസ്സായാലും പ്രശ്നമാണ്. ഒന്നും കംപ്ലീറ്റ് ആവില്ല. അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, അല്ലെ, നമ്മൾ തുടങ്ങിയത് അവിടെയാണ്. മുത്തഖി എന്ന് പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അത് കഴിഞ്ഞിട്ടാണ് യുഖീമൂന സ്വലാഹ്, അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യന്മാരോടുള്ള ഡ്യൂട്ടീസ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത് വിശ്വാസം മാത്രമല്ല, അവരൊന്നും കൂടെ ചെയ്യണം. എന്താണ്? അമില സ്വാലിഹൻ, അവര് സൽക്കർമ്മങ്ങൾ ചെയ്തവരുമാണ്. ശരിയായ കർമ്മങ്ങള്. അവര് അന്ത്യദിനത്തിൽ അള്ളാഹുൽ വിശ്വസിച്ചു, അന്ത്യദിനത്തിൽ വിശ്വസിച്ചു, അവര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അതായത് ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസം ഉള്ള ആള്, എന്റെ റബ്ബിനെ കുറിച്ച് യഥാർത്ഥ വിശ്വാസം ഉള്ള ആള്, റബ്ബിനെ ഞാൻ ഒരു ദിവസം മീറ്റ് ചെയ്യണം എന്നുള്ള ഉറച്ച യഖീനുള്ള ആള്, റബ്ബിനെ ഫേസ് ചെയ്യണം എന്ന് യഖീനുള്ള ആള്, ഉത്തരം കൊടുക്കണം എന്ന് വിശ്വാസമുള്ള ആള് നിശ്ചയമായും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും, അല്ലെ? അമല് സ്വാലിഹാത്ത് അവൻ ചെയ്യുക തന്നെ ചെയ്യും. അപ്പം അമല് സ്വാലിഹൻ, ഈ അമല് സ്വാലിഹൻ അല്ലെങ്കിൽ അമല് സ്വാലിഹാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ഓരോ ആയത്തുകൾ വരുമ്പം അതിങ്ങനെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് പല സ്ഥലത്തും വരും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഓൾറെഡി നമ്മൾ ചെറിയ തോതിൽ നിസ്കാരം നിലനിർത്തുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ആളുകളെ ഉപദേശിക്കുന്നത്, കുടുംബ ബന്ധം നിലനിർത്തുന്നതൊക്കെ പല ആയത്തുകളിലല്ലേ അതിന്റെ റെഫറൻസസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ അതുപോലെയുള്ള ആയത്തുകൾ വരുമ്പോൾ കൂടുതൽ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയിലും അന്ത്യനാളിലും ഉറച്ചു വിശ്വസിക്കുകയും എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ഫലഹും അജ്റുഹും, അവർക്കുണ്ട് അവരുടെ പ്രതിഫലം. അജ്ർ ഹംസ ജീം റ, പ്രതിഫലം, റിവാർഡ്. ഓക്കെ, അവർക്ക് അവരുടെ റിവാർഡ് ഉണ്ട്. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുത്ത്. എന്താണ്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല,
അവര് വിഷമിക്കുകയും വേണ്ട. സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ആയത്ത് കാണുന്നത് അല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ ഖൗഫും ഹുസ്നും ഉള്ളവരാണെങ്കിൽ ഈ 2 ആയത്തുകളുടെ അർത്ഥം മാത്രം മതി നമ്മളെ അതിലേക്ക് എത്തിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് വിഷമാണല്ലോ, എന്ത് ചെയ്തിട്ട് എനിക്ക് സ്ട്രഗിൾ ആണല്ലോ, പ്രയാസമാണല്ലോ, പരിഭവമാണല്ലോ എന്ന് വിചാരിക്കുന്നവര് മനസ്സിലാക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്റെ ഹിദായത്ത് പിന്തുടർന്നാൽ നിങ്ങൾക്ക് എന്താണ് വിഷമവും ഭയവും ഉണ്ടാവില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈമാനും അള്ളാഹുലും യൗമുൽ ആഖിറയിലും ഈമാനും ഉള്ളവരും അത് നിങ്ങളുടെ അമലിലേക്ക് കൊണ്ടുവരികയും ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഭയവും വിഷമവും ഉണ്ടാവില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ എത്താൻ നോക്കാം. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് ഫോളോ ചെയ്യുന്നതിൽ എന്തോ ഒരു പന്തികേട് ഇനിയും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈമാനിലും അമലു സ്വാലിഹാത്തിലും എന്തോ ഒരു പന്തികേട് ഇനിയും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഖൗഫും ഹുസ്നും എന്നെ വിട്ട് മാറാത്തത്, ഞാൻ അതിന്റെ ആളായി പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖൗഫ് എന്ന് പറയുന്നത് ഖ വാവ് ഫ, യഹ്സനൂൻ ഹ സൈ നൂൻ. ഖൗഫ് നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഖൗഫ് എന്ന് പറഞ്ഞാല് ഭാവിയെ കുറിച്ചുള്ള ഭയം അല്ലേ. എന്താവും, അത് അങ്ങനെ ആയി പോവോ, ഇതിപ്പോ ഇങ്ങനെ പോയാൽ എന്തായി തീരും എന്റെ അവസ്ഥ. സുബ്ഹാനല്ലാഹ് അല്ലെ. അത് ഓരോരുത്തർക്കും അത് ഓരോന്നുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ഖൗഫുകളും വേറെ വേറെ ആയിരിക്കും. ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞ അവസാനം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ഹുസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റിനെ കുറിച്ച്, എന്നാലും ഞാൻ അതെന്താ അങ്ങനെ ചെയ്തത്, ഞാൻ എന്തായിരുന്നു അത് അങ്ങനെ ചിന്തിച്ചത്, ഈവൻ എന്നാൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും എന്നോട് അവരത് ചെയ്തല്ലോ, എന്നോട് അവരിത് ചെയ്യുന്നല്ലോ അല്ലെ, അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു. ആ ഒരു കഴിഞ്ഞതിനെ കുറിച്ച് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ആളുകൾക്ക് ഖൗഫും ഉണ്ടാവില്ല ഹുസ്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് രണ്ടായത്തുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പോഴും നമുക്ക് വിഷമവും ഭയമുള്ള ആളുകളാണെങ്കിൽ ഈ ആയത്തുകളെ കുറിച്ച് വീണ്ടും ചിന്തിക്കുക, വീണ്ടും മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, റബ്ബേ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് ഞാൻ നിന്റെ ഹിദായത്ത് ഫോളോ ചെയ്യുന്നതിൽ, എവിടെയാണ് എന്റെ ഈമാനിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, എവിടെയാണ് എന്റെ അമലിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, റബ്ബേ നീ തന്നെ കാണിച്ചതാ. കാരണം റബ്ബിനേക്കാൾ കറക്റ്റ് ആയിട്ട് ഒരാൾക്കും കാണിച്ചു തരാൻ പറ്റൂല നമുക്ക്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്ത് വളരെയധികം മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരായത്താണ്. ആളുകള് ഈ ആയത്തിനെ കോണ്ടെക്സ്റ്റ് നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇത് വെച്ചിട്ട് പലതും പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ ആയത്ത് പറഞ്ഞ കോണ്ടെക്സ്റ്റും കൂടെ നമ്മൾ ചിന്തിക്കണം അല്ലെ. കഴിഞ്ഞ ആയത്തുകളിൽ എന്താ പറഞ്ഞേ, ബനി ഇസ്രായേലിന്റെ തിന്മകള്, അവര് ചെയ്ത അഹങ്കാരങ്ങള്, അതിന്റെ കാരണമായിട്ട് അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ നിന്ദ്യത അല്ലെ, ദാരിദ്ര്യം എല്ലാം അവരുടെ മേലെ ഇറങ്ങിയ കാര്യം, അതും അവര് ചെയ്ത തിന്മകള് കാരണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബനി ഇസ്രായേൽ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല, അവരില് നല്ല ആളുകൾ ഉണ്ടായിരുന്നു, അവരില് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവര്, വിശ്വസിച്ചവര്, അനുസരണ കാണിച്ചവരുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ അല്ലെ, വിശ്വസിച്ചവര് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ കാണിച്ചവരെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് ഭയമില്ല, അങ്ങനെയുള്ളവർക്ക് വിഷമമില്ല, അല്ലെങ്കിൽ പരലോകത്ത് അവർക്ക് യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം നമ്മള് വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുലും അവസാന ദിവസത്തിലും വിശ്വസിച്ചാൽ മാത്രം മതി എന്നല്ല. അള്ളാഹുലും അവസാന ദിവസത്തിലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അല്ലെ, അത് മാത്രം മതി, അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി, അതുകൊണ്ട് സ്വർഗത്തിൽ പോവാൻ. ഇതായത് നമ്മള് ഞാൻ പറഞ്ഞു, ഇത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് വിശദീകരിക്കുന്ന ഒരു ആയത്താണ്. പലരും ഈവൻ ക്രിസ്ത്യാനികളും യഹൂദികളും ഒക്കെ അള്ളാഹുലും വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിജയികളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ആയത്ത് കൂടിയാണിത്. മറ്റു മതസ്ഥരെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇതിനെ പല രീതിയിലും വ്യാഖ്യാനം കൊടുക്കുന്ന ഒരു ആയത്താണ്. നമ്മൾ ഈമാൻ എന്ന് പറയുമ്പോൾ അല്ലെ, അള്ളാഹുല് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ മലായിക്കത്തിൽ വിശ്വസിക്കണ്ടേ, പ്രവാചകന്മാരിൽ വിശ്വസിക്കണ്ടേ. സുബ്ഹാനല്ലാഹ്.
നമ്മൾ അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ എല്ലാത്തിലും വിശ്വസിക്കല് അതിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വിശ്വസിക്കല് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യൽ അതിന്റെ ഭാഗമാണ്. ഏത് പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരിൽ വിശ്വസിക്കൽ അതിന്റെ ഭാഗമാണ്. അപ്പം ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലെ, അവര് ഇന്നത്തെ കാലത്തുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും അവര് നമ്മൾ ഏകദൈവത്തിൽ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്, അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ അല്ല. കാരണം അള്ളാഹുൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാത്തിലും വിശ്വസിക്കല്, അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കല്, അള്ളാഹു അയച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കല്, അതിനനുസരിച്ച് പ്രവർത്തിക്കല്, അമല സ്വാലിഹൻ. നമ്മൾ മുമ്പ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബനി ഇസ്രായേലിന്റെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാനും ഖുർആനിൽ വിശ്വസിക്കാനും ഒക്കെ അല്ലെ, ആമിനു ബിമാ അൻസൽത ഇലയ്യ. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് എന്ത്, ഖുർആനിൽ വിശ്വസിക്കല്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കല്. അപ്പൊ അതുകൊണ്ട് ഈ ആയത്ത് മാത്രം പുറത്തേക്ക് എടുത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അടുത്തൊരു ജന്മം ഉണ്ട്, അതിൽ വിശ്വസിക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും സ്വർഗത്തിലേക്ക് പോവും എന്ന വാദം ശരിയല്ല. ഏതൊരായത്തും ഖുർആനിലെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് അതിനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഏത് സാഹചര്യത്തിലാ പറഞ്ഞേ, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറഞ്ഞേ, അതുകൊണ്ട് എന്താ ഉദ്ദേശം, അതിനകത്ത് എന്താ ഇംപ്ലിക്കേഷൻ ഉള്ളത്, അതിന്റെ ഉള്ളിലേക്ക് വേറെ എന്തൊക്കെ മനസ്സിലാക്കാനുണ്ടോ എന്നുള്ളതൊക്കെ എടുത്തിട്ട് വേണം ആ ഒരു ആയത്തിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരലോകത്തിലുള്ള വിജയം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ന ഗ്രൂപ്പിനാണ് വിജയം എന്നല്ല. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്, നിങ്ങളുടെ പേര് എന്തായിക്കോട്ടെ, നിങ്ങളുടെ ഗ്രൂപ്പ് എന്തായിക്കോട്ടെ, നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രവർത്തനങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനല്ല, അതായത് നിങ്ങൾ മുസ്ലിങ്ങളാണ്, ഓക്കെ നിങ്ങൾക്ക് ജന്നാത്തുണ്ട്, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇന്ന ആള് ക്രിസ്ത്യൻ പേരിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പെട്ടതാണ്, അവന് എന്താണ് നരകമാണ്, അങ്ങനെയല്ല. ഇനി നമ്മളുടെ ഇപ്പൊ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ ഗ്രൂപ്പുകളുടെ പേരിന് ഒരു പഞ്ഞവും ഇല്ല, സുന്നി മുജാഹിദ് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്ന ആൾക്കാർ സ്വർഗത്തിൽ, ഇന്ന ആൾക്കാർ നരകത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പുകൾ സ്വർഗത്തിലാണ് നരകത്തിലാണ്. എല്ലാം എന്തിലേക്കാണ് വരുന്നത്, ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയിലേക്കുമാണ് അത് വരുന്നത്. ഇവിടെ ബനി ഇസ്രായേലിലെ മെജോറിറ്റി ആളുകളും കുറ്റക്കാരായിരുന്നു എന്നതിന്റെ അർത്ഥം അവരില് നല്ല ആൾക്കാർ അല്ലെങ്കിൽ ശരിയായ വിശ്വാസമുള്ള ശരിയായ കർമ്മമുള്ള ആളുകള് അവർക്ക് പ്രതിഫലം കൊടുക്കൂല എന്നല്ല. അള്ളാഹു അവർക്ക് അവരുടെ പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും. അവർ അള്ളാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണെങ്കിൽ. അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ അള്ളാഹുൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കലും അവർ ഖുർആനിൽ വിശ്വസിക്കലും അതിനനുസരിച്ച് പ്രവർത്തിക്കലും. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അവര് മുസ്ലിം ആകല്. സുബ്ഹാനല്ലാഹ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന കാര്യങ്ങളാണ് അല്ലെ, ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളത് വിഷയമേ അല്ല. നിങ്ങളെ ഗ്രൂപ്പായിട്ടല്ല നരകത്തിലേക്ക് എറിയുന്നത്, ഓരോരുത്തരും എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തെറ്റ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് ഒരാൾക്ക് അള്ളാഹുൽ വിശ്വസിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹുൽ വിശ്വസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ പ്രവാചകനെ സ്വീകരിക്കുകയും ഖുർആൻ സ്വീകരിക്കുകയും ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു രീതിയിൽ വേണം ഈ ആയത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്കാണ് എന്താണ് ഖൗഫും ഹുസ്നും ഇല്ലാത്തത്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്തില് അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ നീതി എന്ന് പറയുന്നത് ഭയങ്കരാണല്ലേ. പക്ഷെ നമ്മളുടെ നീതി എന്താ, സാധാരണ നമുക്ക് ജനറലൈസേഷൻ ആണ് അല്ലെ. ആ ഗ്രൂപ്പ് അല്ലേ, ഓരോ കാര്യമൊക്കെ നമുക്ക് അറിഞ്ഞൂടെ അല്ലേ, ഓരിങ്ങനത്തെ ആൾക്കാരാണ്. നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനെ വെച്ചിട്ട് നമ്മൾ ആൾക്കാരെ ജനറലൈസ് ചെയ്യും. നമ്മൾ അവരെ കുറിച്ച് നമ്മളുടെ പെർസ്പെക്റ്റീവ് എന്താണ്, നമ്മളുടെ ചിന്ത എന്താണ്, അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് അല്ലെ. നമുക്ക് സ്റ്റീരിയോ ടൈപ്പിംഗ്, ഇന്ന ആൾക്കാർ അവര് നരകത്തിലേക്കുള്ള ആൾക്കാരാണ്, അവര് നന്നാവാനൊന്നും പോണില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, ഇത് ഓരോ വ്യക്തിക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇങ്ങനത്തെ എന്ത് കേട്ട് കഴിഞ്ഞാലും നമ്മളിലേക്കാ നോക്കണ്ടേ, നമ്മൾ കറക്റ്റ് ആണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നോക്കുന്നത്, നമ്മൾ ഓരോരുത്തരുടെയും കാര്യം എന്താണെന്ന്. സൂറത്ത് ആലിമ്രാനില് 195-ാമത്തെ ആയത്തില്
അള്ളാഹു പറയുന്നുണ്ട് അല്ലെ, നമ്മൾ ഡെയിലി രാവിലെ നമുക്ക് ഓതി പരിചയമുള്ള ആയത്താണ്. അന്നീല ഉദിയോ അമല ആമിലിമ്മിൻകും മിൻ ദക്രിൻ ഔ ഉൻസ. പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങളുടെ ഒരാളുടെയും പ്രവർത്തനത്തെ ഞാൻ പാഴാക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഓരോ വ്യക്തിയും അല്ലെ, ഓരോ വ്യക്തിക്കാണത്, ഗ്രൂപ്പിനല്ല. അതിന് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഓരോ വ്യക്തിയിലേക്കുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വരുന്നത്. ആര് വിശ്വസിക്കുന്നുവോ, ആര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവർക്ക് ഞാൻ പ്രതിഫലം കൊടുക്കും. നമുക്ക് സത്യം പറയുകയാണെങ്കിൽ അല്ലേ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത് നമുക്കറിയില്ല. അവര് ഈമാനിലേക്ക്, അമലിലേക്ക് എത്താൻ വേണ്ടി അവർ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം അവരുടെ ഹൃദയത്തിൽ അതിനു വേണ്ടി വെമ്പുന്നുണ്ട്, എത്രത്തോളം അവർ ദുആ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. പലപ്പോഴും ആളുകൾ നല്ല ഉദ്ദേശം വെച്ച് ചെയ്യുന്നത് പോലും ഇത് മോശമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് അല്ലെ. നമുക്ക് മനസ്സിലാവില്ല ഒരു മനുഷ്യൻ എന്ത് നീയത്ത് വെച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. അവരുടെ മനസ്സിലുള്ള ആ ഒരു നീയത്തിന്റെയും ആഗ്രഹത്തിന്റെയും അവരുടെ ശ്രമത്തിന്റെയും ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് അതും നമുക്കറിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മിറാക്കിൾസ് സംഭവിക്കാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിന്റെ കണക്ക് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ടാവും. ഇവരൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോണില്ല എന്ന് നമ്മൾ പലപ്പോഴും വിധി എഴുതാറുണ്ട് അല്ലെ, പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ തിന്മകളൊക്കെ ചെയ്യുമ്പോഴും, ആ തിന്മകളിലൊക്കെ പെട്ടുപോയിരുന്നപ്പോഴും അവരുടെ ഉള്ളിൽ എത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കാനുള്ള വെമ്പലുണ്ടെന്ന് നമുക്കറിയില്ല. അള്ളാഹ്ക്ക് അങ്ങനെയുള്ള വെമ്പലുള്ള ഒരു ഹൃദയത്തിന് അള്ളാഹുലേക്ക് കൊണ്ടുവരാൻ നിമിഷങ്ങൾ മതില്ലേ. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളുടെ കണ്ണിന് മുമ്പിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകള്, അവരുടെ ഹൃദയത്തിനുള്ളിൽ ഞാൻ സംഭവമാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഈമാന്റെ കാര്യത്തിൽ, ഞാൻ എന്തായാലും സ്വർഗത്തിലാണ് എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വഴിതെറ്റിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറ്റും. ആൾക്കാർ ഒരുപാട് ധാരാളമായിട്ട് ഉപദേശിക്കുക, അത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം, മറ്റത് ചെയ്യണം, ഇന്നതാണ് ദീൻ, ഇന്നതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ആള് അയാളുടെ ഉള്ളില് അത് ചെയ്യാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ, അതിനെ ആഗ്രഹിക്കുക പോലും ചെയ്യാതെ, അതിനു വേണ്ടി ട്രൈ ചെയ്യുക പോലും ചെയ്യാതെ, അതിനുവേണ്ടി ദ്വാ ചെയ്യുക പോലും ചെയ്യാതെ, അതിനെക്കുറിച്ച് ബോധേഡ് ആവുക പോലും ചെയ്യാതെ ഉള്ള ആളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളുടെ കണ്ണിന് മുമ്പിൽ അയാൾ എത്ര വലിയ മനുഷ്യനാണ്, എത്ര ക്ലാസ്സുകൾ എടുക്കുന്ന, എത്ര ഉപദേശിക്കുന്ന ആളാണെങ്കിലും അവരുടെ ഉള്ളിലുള്ളതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ മാറ്റാൻ, അവരെ വഴികേടിലാക്കാൻ അള്ളാഹ്ക്കൊരു പ്രയാസവും ഇല്ല. അപ്പം ഇതെല്ലാം ഇൻഡിവിജ്വൽ ലെവലിലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പ് ലെവലിലല്ല. അതുകൊണ്ട് നമുക്ക് ആരെയും ജനറലൈസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ഒരു വകുപ്പുമില്ല. ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ ആളുകൾ ധാരാളമായിട്ട് ഉപദേശിച്ചിട്ട് സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് ബോധർ പോലും ചെയ്യാത്ത ആളുകളിൽ പെടുന്നതിനെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അത് ഞാൻ ഇവിടെ ബോധർ ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളുടെ മനസ്സിൽ അത് ആഗ്രഹിക്കുകയും നമ്മൾ ദ്വാ ചെയ്യുകയും നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഫെയിലായി പോവാറുണ്ട്. അതൊക്കെയാണ് വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാറ്റഗറി എന്ന് പറയുന്നത് ഉപദേശിക്കാൻ അവർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ ഉള്ളിൽ അങ്ങനത്തെ യാതൊരു കൂസലും ഉണ്ടാവില്ല, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. ആ ടൈപ്പ് ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നൗദുബില്ലാ. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്യാൻ പോവാറുണ്ട് പൊതുവെ അല്ലെ, അവർ ആ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പാണ്, അവരുടെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയില്ല. അള്ളാഹു എല്ലാവർക്കും അവരുടെ ഹൃദയങ്ങളിലുള്ളത് ഏറ്റവും ഇഖ്ലാസോട് കൂടി ആക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തരട്ടെ. ഇനി അടുത്തത് ഈ ആയത്തിൽ പറഞ്ഞത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് അയാളുടെ പ്രതിഫലം എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ പൊതുവെയില്ലേ, നമ്മൾ മരണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്താ നമ്മളെ പേടി? എന്താ നമ്മളെ പേടിപ്പിക്കുന്നത്? എന്റെ പ്രവർത്തനങ്ങളെ കണക്കെടുക്കും, അവിടെ ചോദ്യം ചെയ്യും റബ്ബ് അല്ലെ. ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത്, അറിഞ്ഞും മറ്റുള്ളവർ കണ്ടും കാണാതെയും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയതുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നിട്ടും അതിനെ ഞാൻ എങ്ങനെയാ ഉപയോഗിച്ചത്, എന്ത് ആൻസറാ എന്റെ കയ്യിലുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ഞാൻ പ്രിപ്പയർഡ് അല്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള കർമ്മങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ല അല്ലെ. ഓരോ ദിവസത്തെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ബോക്സസ് എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് ചീഞ്ഞതും നാറിയതും ചിലപ്പോൾ ഒന്നും ഉണ്ടാവാത്തതും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങളാണ് നമുക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ആ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അപ്പം ഇതാണ് ഖൗഫ്, ഇത്തരത്തിലുള്ള ഭയം. എന്താവും
ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്നാൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏതൊരാളല്ലേ? വല്ലദീന ആമനു വഅമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവര്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരാളൊരു എക്സാം ഹാളിലേക്ക് പോവാണ്, ഭയങ്കര ടെൻഷൻ, ബേജാറായിട്ടാ കയറുന്നത്. കാരണം അവൻ തീരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ബുക്ക് തുറന്നു പോലും നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, ബാക്കി പഠിച്ചിട്ടില്ല. അവന് വല്ലാത്തൊരു ബേജാറായിരിക്കും അല്ലെ? എന്നാൽ വേറൊരാള്, അവന് ചെറിയൊരു ടെൻഷൻ, ഒരു നെർവസ്നെസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം കോൺഫിഡന്റ് ആണ്. ഞാൻ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്, റിവിഷനും ചെയ്തിട്ടുണ്ട്. ഈ ആള് ഹൗഫിൽ നിന്ന് ഫ്രീ ആണ് അല്ലേ? കാരണം അവനതിൽ വിശ്വസിച്ചു. ഈ എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നുള്ളതും അവനറിയാം. വഅമില സ്വാലിഹിൻ, അതിനു വേണ്ടി ചെയ്യാനുള്ളത് അവൻ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു എന്ത് കൊടുക്കുന്നത്? ഹൗഫിൽ നിന്ന് മോചനം കൊടുക്കുന്നത്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ. അതിനകത്ത് പെടാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ വിചാരിക്കുക നമ്മൾ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹനിൽ പെട്ടതാണെന്നാണ്. പക്ഷെ എവിടേക്കോ നമുക്ക് ഓട്ടകളുണ്ട് അല്ലേ? ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ ഒരു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കാണെങ്കിൽ സംഭവം നമുക്ക് ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. എന്താവും, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ടെൻഷൻ അടിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തില്ലേ, ഇതും കൂടെ കഴിയട്ടെ എന്നിട്ട് തുടങ്ങാം, ഇതും കൂടെ കഴിയട്ടെ എന്നിട്ട് തന്നാവാന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ആ ഒരു കാര്യത്തിൽ പെട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ ഹൗഫ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൂട്ടത്തിൽ പെട്ടേ മതിയാവും. ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ. അതേപോലെ നമ്മളെ മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ഭയമുണ്ട് അല്ലെ? അത് അങ്ങനെ സംഭവിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവരത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലോ അതിനെ ചെയ്തത്. അതിൽ നിന്നാണ് ഹുസ്ന് വരുന്നത് അല്ലെ? വിഷമം വരുന്നത്. അത് മാറ്റാൻ എന്താണ്? വീണ്ടും അമില സ്വാലിഹൻ അല്ലെ? എന്തെങ്കിലും പണ്ട് ഒരുപാട് തിന്മകൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പലതും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് നന്മകൾ ചെയ്യുക, നന്മകളിലേക്ക് ഓടിയെടുക്കുക. നമ്മൾ പൊതുവെ ഞാൻ ഇപ്പൊ ശരിയായിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, ഇനി ഇങ്ങനെ പോയാൽ മതി എന്നൊരു തോന്നലുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ പണ്ട് ചെയ്തതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ചെയ്തേ മതിയാവും. എത്ര ചെയ്താലും മതിയാവില്ല, അത്രക്കുണ്ട് നമ്മൾ പണ്ട് ചെയ്തു വെച്ചതല്ലേ. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വരുന്നത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹം തരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ പരലോകത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിലുള്ള ആളുകൾക്ക് അല്ലേ, അവർക്ക് യാതൊരു ഭയവും ഇല്ല. നമുക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുക്കുന്നുള്ള ഭയവും ഇല്ല. ഞാൻ എന്താ പണ്ട് ചെയ്തതെന്ന് ആലോചിച്ചിട്ടുള്ള വിഷമവും അവർക്കില്ല. അള്ളാഹു അവരെ അങ്ങേയറ്റം തൃപ്തിപ്പെടുത്തപ്പെട്ടവര് ആക്കി മാറ്റും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അത്തരത്തിലുള്ള ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അടുത്ത ആയത്ത് 63. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് നാം നൽകിയത് ഗൗരവബുദ്ധിയോടെ എടുക്കുകയും ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് നാം അവരെ ഉപദേശിച്ചു. അടുത്ത ഇതിന്റെ വാക്കർത്ഥങ്ങൾ അഖദ്ന എന്താണ്? നാം എടുത്ത സന്ദർഭം ഓർക്കുക. അഖദ മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ്. വറഫഅന, നാം ഉയർത്തിയ സന്ദർഭം. റാഫ ഐൻ. ഫൗഖക്കും, നിങ്ങളുടെ മേലെ. ഫൗഖക്കും അല്ലെ, നിങ്ങളുടെ മേലെ. അത്തൂർ, തൂറിനെ. ഖുദു, നിങ്ങൾ പിടിക്കൂ. അഖദ തൊട്ടു മുമ്പ് അഖദ അല്ലെ, അഖദ്ന വന്നിരുന്നു. അതേ റൂട്ടിൽ നിന്നാണ് ഖുദു, നിങ്ങൾ പിടിക്കൂ. മാ, യാതൊന്ന്. ആതീനാക്കും, നാം നിങ്ങൾക്ക് നൽകി. അതായത്തി, നൽകുക. നാം കും, നിങ്ങൾക്ക്. ബിഖുവ്വത്തിൻ, ശക്തിയോടുകൂടി, സ്ട്രോങ് ആയിട്ട്. വദ്കുറു, നിങ്ങൾ ഓർക്കുക. മാ ഫീഹി, അതിലുള്ളത്. ലഅല്ലക്കും, നിങ്ങൾ ആയേക്കാം. തത്തഖൂൻ, തഖ്വയുള്ളവർ, സൂക്ഷ്മത പാലിക്കുന്നവർ. തഫ്സീർ നോക്കാം. ഇനി പുതിയ കുറച്ച് ഇവന്റ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം മദീനയില്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്ലെ, മുസ്ലിങ്ങളുടെ കൂടെ ജൂത ഗോത്രങ്ങളും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഖുർആൻ മുസ്ലിങ്ങളെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ ഇന്നതൊക്കെ പറയണം, ഇന്നതൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിക്കുമ്പോൾ ഖുർആനിൽ ചില ആയത്തുകള് ബനി ഇസ്രായേലിനെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും ഉണ്ടായിരുന്നു അല്ലെ. കാരണം അവിടെ ജൂതന്മാരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് പറഞ്ഞ ബനി ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ആയത്തുകൾ ഖുർആനിൽ വന്നത്? അവരെ ഓർമ്മിപ്പിക്കണം അള്ളാഹു അല്ലെ, നിങ്ങൾക്ക് ഞാൻ ഇന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, എന്നാ അതുകൊണ്ട് അല്ലേ അത് ഓർമ്മിപ്പിക്കുമ്പോൾ അവർ കൂടുതൽ അനുസരണയുള്ളവരായേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവർ പ്രവാചകനെ ഫോളോ ചെയ്യുന്നവർ ആവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവരിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളും ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഈ ആയത്തുകളിൽ, ഇനി വരാൻ പോകുന്ന ആയത്തുകളിൽ നമ്മൾ വീണ്ടും കുറെ ഇൻസിഡൻസ്, കുറെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ ബനി ഇസ്രായേലിനെ കുറിച്ച് കാണാൻ പോകണം. ചരിത്രങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ചരിത്രം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്? അള്ളാഹുവിന്റെ വളരെ വലിയ വലിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് മുസ്ലിങ്ങൾക്കാണെങ്കിലും ബനി ഇസ്രായേലിനാണെങ്കിലും ഒരുപാട് ലെസൺസ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹിസ്റ്ററി പഠിക്കുമ്പം, സീറ പഠിക്കുമ്പം അല്ലെ, ചരിത്രങ്ങൾ പഠിക്കുമ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ആവരുത്. അത് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ആയിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ രീതിയിൽ, അതും ഖുർആനിൽ ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ ചരിത്രം പറയുമ്പോൾ അതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഇന്ന സംഭവം കഴിഞ്ഞ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഓരോ പാഠങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആ ചരിത്രത്തിന് അവിടെ ഫിറ്റ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് ഓരോ സ്റ്റേജിലും എന്ത് ലെസണാ വേണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയാം. നമ്മളിങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മളോട് പറയേണ്ടതെന്ന് അള്ളാഹ്ക്ക് അറിയാം. ഇത് പറയാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരണം, ആ ഒരു സംഭവത്തിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അപ്പൊ നമുക്ക് ഈ ആയത്ത് നോക്കാം. വഇദ് അഖദ്നാ മീസാഖകും, എന്താണ്, നിങ്ങളിൽ നിന്ന് ഞാൻ കരാർ വാങ്ങിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇദ് ഉസ്കുറു ഇദ് അല്ലെ, അത് നമുക്കറിയാം. ബനി ഇസ്രായേല് നിങ്ങൾ ഓർക്കുക ഈ സംഭവം. അഖദ്നാ മീസാഖകും, നിങ്ങളിൽ നിന്ന് ഞാൻ കരാർ വാങ്ങിയ. അഖദ്ന, അഖദ, ഹംസ ഖാദാൽ, മീസാഖ് നമുക്കറിയാം ഉടമ്പടി അല്ലെ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വാവ് സ ഖാഫ്. വസാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറ്, അത് എന്തെങ്കിലും കാര്യം ടൈ ചെയ്ത് കെട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വസാഖ്. എന്തെങ്കിലും രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിനെ കൂട്ടി യോജിപ്പിച്ച് കെട്ടി ഉറപ്പിക്കുന്ന കാര്യമാണ് വസാഖ്. ഈ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ് മീസാഖ്. മീസാഖ് എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി. ഇതിനെ മീസാഖ് എന്ന് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മീസാഖ് എന്താണ്, ഇപ്പൊ കയറ് നമ്മൾ പറഞ്ഞില്ലേ, കെട്ടി ഉറപ്പിക്കുക, എന്തെങ്കിലും ഒരു സാധനത്തിനെ കെട്ടി ഉറപ്പിക്കുക. അതേപോലെ മീസാഖ് ആക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഉടമ്പടി ആക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ഒബ്ലിഗേഷൻ, എന്തോ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് നമ്മളെ കെട്ടിയിടുകയാണ് അല്ലെ. എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് നമ്മളിൽ നിന്ന് നിർബന്ധം ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയോ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളുടെ മേലെ നിർബന്ധം ആക്കുകയാണ്. അതിന്റെ മുമ്പ്, ഈ മീസാഖിന്റെ മുമ്പ് നിങ്ങൾ ഫ്രീ ആയിരുന്നു. പക്ഷെ ഈ മീസാഖ്, ഈ കെട്ടല് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മേലെ ചില കാര്യങ്ങൾ നിർബന്ധമായി. അത് ഫേം ആയിട്ടുള്ള ഒരു പ്രോമിസ് ആണ്, അത് ഒഫീഷ്യൽ ആക്കിയിട്ടുള്ള ഒരു പ്രോമിസ് ആണ്. എക്സാമ്പിൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ ഞാൻ നിനക്ക് ഇന്ന സാധനം, ഞാൻ യൂസ് ചെയ്ത ഫോൺ തരാം, നീ എനിക്ക് ഇത്ര പൈസ തരണം. ഓക്കെ, ഞാൻ ഫോൺ കൊടുക്കുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് അവള് പൈസ തരുന്നു. അത് ഒഫീഷ്യൽ അല്ല. പക്ഷെ ഇതുപോലെ ഒരു ബിസിനസ് ഡീൽ ഉറപ്പിച്ചിട്ട്, ഫോണല്ല വേറെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആവട്ടെ, ബിസിനസ് ഡീൽ ഉറപ്പിച്ചിട്ട് അതിനൊരു അഡ്വക്കേറ്റിന്റെ അടുത്ത് ചെന്ന് ഒരു വിറ്റ്നസ് ഒക്കെ വെച്ച് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളും ആ കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിച്ച ആളും ഒപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായി, അത് കൂടുതൽ സ്ട്രോങ് ആയി. ആദ്യം പറഞ്ഞ ആ ഒരു സിമ്പിൾ പ്രോമിസിനെക്കാളും അത് കമ്മിറ്റ്മെന്റ് ആയി. അതെന്താണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയായി. അപ്പം മീസാഖ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഉടമ്പടിയാണ്. എങ്ങനെയാണ് അതിനെ ഉറപ്പിക്കുന്നത്? ഒരു ശപഥം ചെയ്തിട്ട്, അല്ലെങ്കിൽ അതായത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പേരിൽ ഒരു ശപഥം ചെയ്തിട്ടാണ് അങ്ങനെയുള്ള, അള്ളാഹുവെ ഞാൻ ഇന്നത് ചെയ്തോളാം, ഞാൻ ഇന്നത് ചെയ്യൂല എന്ന് അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്തിട്ട്, അത്ര സ്ട്രോങ് ആക്കുന്ന ഒരു ഉടമ്പടിയാണ് മീസാഖ് എന്ന് പറയുന്നത്. വെറും ഒരു ഉടമ്പടിയല്ല. അത് ആ ഒരു ഹെവിനെസ്, ആ ഒരു സ്ട്രെങ്ത് ഇവിടെ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞ കാര്യമായിട്ട് വീണ്ടും എടുത്ത് പറഞ്ഞത്. ഓക്കെ, വഇദ് അഖദ്നാ മീസാഖകും, ബനി ഇസ്രായേലേ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ആ ഒരു ഉടമ്പടി, നിങ്ങൾ പ്രോമിസ് ചെയ്ത്, നിങ്ങൾ അതും വെറും ഒരു എഗ്രിമെന്റ്, വെറുതെ ചെയ്യാന്ന് പറഞ്ഞതല്ല. അത് എന്താണ്, സ്ട്രോങ് എഗ്രിമെന്റ് ആയിരുന്നു. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല എഗ്രിമെന്റ് അവരിൽ നിന്ന് എടുത്തത്? വറഫഅനാ ഫൗഖകും തൂർ, ഞാൻ നിങ്ങളുടെ മേലെ ഉയർത്തി, എന്ത്, പർവ്വതം. അത് ഉയർത്തിയാൽ, അല്ലെ മല ഞാൻ ഉയർത്തിയാല് എന്താക്കും, നിങ്ങൾ ആ പ്രോമിസ് ചെയ്യും എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂലായിരുന്നു.
റഫഅന, റഫഅ, റ, ഫ, ഐൻ. റഫഅ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ ഫിസിക്കലി ഉയർത്തുക. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അവരുടെ റാങ്കുകളിൽ ഉയർത്തുക. ആ രീതിയിൽ ഉയർത്തുക എന്നുള്ള ഇതിനാണ് റഫ എന്ന് പറയുന്നത്. അപ്പൊ റഫാന, നാം ഉയർത്തിയും. ഫൗഖക്കും, നിങ്ങളുടെ മേൽ. ഫൗഖ് എന്ന് പറഞ്ഞാൽ മേലെ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫമാ ഫൗഖഹ, കൊതുകിന്റെ കാര്യം പറഞ്ഞപ്പം. അപ്പൊ നിങ്ങളുടെ മേലെ ഞാൻ ഉയർത്തി എന്ത്? അത്തൂർ. തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയെ അല്ലെങ്കിൽ പർവ്വതത്തെ. അറബിക് ഭാഷയിലുള്ള വാക്കല്ല ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്. തൂർ സിറിയക് ഭാഷയിൽ നിന്ന് വന്നതാണ്. ഖുർആനില് തൂർ ഉപയോഗിക്കുന്നത് മൗണ്ട് സീനാ മലയെ ഉദ്ദേശിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു മലയല്ല, സീനാ മലയെ ഉദ്ദേശിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. സീനാ മലയുടെ പ്രത്യേകത എന്താണ്? മൂസ അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് സംസാരിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാമിന്റെ അടുത്ത് സംസാരിച്ചത് അവിടെ വെച്ചിട്ടാണ്. വറഫഅന ഫൗഖകും തൂർ, ഞാൻ നിങ്ങളുടെ മേൽ പർവ്വതം ഉയർത്തിപ്പിടിച്ചു, മല ഉയർത്തിപ്പിടിച്ചു. ആൻ ഹുദു, നിങ്ങള് എടുക്ക്. ഹുദു ഹംസ ഖാദാൽ. കഴിഞ്ഞ ആയത്തുകളിൽ കുറേ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു വാക്കാണ് ഹംസ ഖാദാൽ അല്ലെ, അഖദ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് അവരെടുത്ത്, നിങ്ങൾ എടുക്ക്. ഹുദു, നിങ്ങൾ എടുക്ക്. മാ ആതൈനാകും, എന്ത്? ഞാൻ നിങ്ങൾക്ക് നൽകിയത്. അത്തീന ഖും, ഈ ഖും ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഹംസ ത യാം, ഞാൻ നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ പിടിക്കേ, ശക്തമായിട്ട് പിടിച്ചോ. എങ്ങനെയാണ് പിടിക്കേണ്ടത്? ബി ഖുവ, ശക്തമായിട്ട്. ഖുവ ഖാഫ് വായ ഖവിയ. ഖുവ എന്ന് പറഞ്ഞ ശക്തി. രണ്ട് തരത്തിലാണ് ശക്തികൾ. ഒന്ന് ശാരീരികമായ ശക്തി, ഒരാൾ ഭയങ്കര ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ, ജിം ആണെന്നൊക്കെ പറയും. അയാൾക്ക് നല്ല കഴിവുണ്ട്, ശാരീരികമായ ശക്തിയുണ്ട്. രണ്ടാമത്തെ ഖുവ എന്ന് പറയുന്നത് നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത, കണ്ടറിയാൻ പറ്റാത്ത ശക്തി. അത് ഉള്ളിലുള്ള അല്ലെ, ആൾ ഭയങ്കര ഇന്റേണലി സ്ട്രോങ്, മെന്റലി സ്ട്രോങ് ആണെന്ന് നമ്മൾ പറയുന്ന കാര്യം. ആള് ഭയങ്കര സ്ട്രോങ് ആണ്. ആ സ്ട്രെങ്ത് പല രീതിയിൽ വരാം. ഇന്റേണൽ സ്ട്രെങ്ത്, ഉള്ളിലുള്ള സ്ട്രെങ്ത് പല രീതിയിൽ വരാം. അത് ഡിറ്റർമിനേഷൻ്റെ, അവരൊരു കാര്യം തീരുമാനിച്ചത് അതിനകത്ത് ഭയങ്കര സ്ട്രോങ് ആന്ന് പറയും അല്ലെ. പല രീതിയിലാണ് ഈ സ്ട്രെങ്ത് വരുന്നത്. ചിലപ്പം അവന്റെ തവക്കുല് ഭയങ്കരമാണ്, തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറൂല. അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഭയങ്കരമാണ്. ഇതൊക്കെ ഇന്റേണൽ സ്ട്രെങ്ത്തിന്റെ ഭാഗമാണ്, കൂവത്തിന്റെ ഭാഗമാണ്, മനസ്സിന്റെ കൂവത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര ആത്മാർത്ഥത, അതിൽ നിന്ന് പെട്ട് മാറുകയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭയങ്കര സീരിയസ്. അപ്പം പല ഫോമുകളിൽ ഈ ഇന്റേണൽ സ്ട്രെങ്ത് വരാം. അപ്പൊ ബനി ഇസ്രായേലിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. എന്താണ് അവർക്ക് കൊടുത്തത്? തൗറാത്ത് അല്ലെ, ആ ഗ്രന്ഥം, ആ ബുക്കിനെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കുക. അതിന്റെ അർത്ഥം നിങ്ങൾ അതിനെ മുറുക്കി പിടിച്ചിട്ട് അത് താഴെ വീണ് പോവാതെ നോക്കണം എന്നാണോ? അല്ല അല്ലെ. ശരിയാണ്, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥം, ദിവ്യമായ ഗ്രന്ഥം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, താഴെ വീഴാനും ഒന്നും പാടില്ല. പക്ഷെ ഇവിടുത്തെ അള്ളാഹുവിന്റെ ബിഖുവ കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിനകത്തുള്ളതെല്ലാം സ്വീകരിക്കുക. അതിലുള്ളതെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതെല്ലാം നിങ്ങൾ എടുക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നിയ പോലെ അവിടുന്ന് ഇവിടുന്ന് എടുക്കാനുള്ളതല്ല, അത് കംപ്ലീറ്റ് ഫോളോ ചെയ്യാനുള്ളതാണ്. അതും എപ്പോഴെങ്കിലും തോന്നുമ്പോഴല്ല, സ്ഥിരമായിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, ദൃഢനിശ്ചയം എടുത്തുകൊണ്ട്. കാരണം അയാൾ ഭയങ്കര ദൃഢനിശ്ചയാന്നൊക്കെ പറയാ, എന്നിട്ട് അയാൾ ചിലപ്പോൾ തോന്നുമ്പോൾ ചെയ്യും, ചില സമയത്ത് അയാൾ ചെയ്യൂല. അതിനൊരിക്കലും നമ്മൾ ശക്തി അല്ലെങ്കിൽ കൂവത്തുള്ള നിശ്ചയം എന്ന് പറയൂല അല്ലെ. അപ്പം കൂവത്തുള്ള നിശ്ചയം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായിട്ട് എപ്പോഴും അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യണം, അതിന് ഹോൾഡ് ചെയ്യണം. അതേപോലെ സ്ട്രോങ് ആയിട്ടും ഹോൾഡ് ചെയ്യണം. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണ്, ആരെങ്കിലും നമ്മളെടുത്ത് ഇതൊക്കെയാണോ നീ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പാടില്ലേ, ആ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളിങ്ങനെ ഇളകി പോകുന്നത്, അതും പാടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും ഒരു കരാർ എടുത്തിരുന്നോ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ അടുത്ത് നിന്ന് അല്ലെ, മദീനയിലുള്ള ജൂതന്മാരുടെ അടുത്ത് പറയാണ്, കരാറ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതില് എന്താണ്? നിങ്ങൾ ഈ ഗ്രന്ഥത്തില് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന. അപ്പം അത് നിങ്ങൾ ചെയ്യണം. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, എത്ര
എത്ര നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും, എത്ര ഇന്റേണൽ ആയിട്ടും നമ്മൾ മാനസികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, നിങ്ങൾക്ക് എന്ത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും, ഒരു സമയത്തും കൈവിടാതെ നിങ്ങൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്നിട്ട് പറയണ വസ്കുറു, നിങ്ങൾ ഓർക്കുക, ദിക്ർ ദാൽ കാഫ്ര, നിങ്ങൾ ഓർക്കുക എന്ത്, മാ ഫീഹി, അതിനകത്തുള്ളത് എന്തോ അതെല്ലാം, ആ ഗ്രന്ഥത്തിലുള്ളത് എന്തോ അതെല്ലാം, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തോ അതെല്ലാം, ഓരോ ഇൻസ്ട്രക്ഷനും അത് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മറന്നു പോകരുത്. വസ്കുറു മാ ഫീഹി. ദിക്ർ എന്ന് പറയുന്നത് എങ്ങനെയാ ചെയ്യാം? ദിക്റും എന്താണ്, കൽബ് കൊണ്ടും ലിസാൻ കൊണ്ടും ജവാരിഹ് കൊണ്ടും ചെയ്യേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. കൽബ് അല്ലെ, കൽബിൽ ദിക്ർ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓർത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരാൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ വസ്കുറു മാഫിഹിലെ ബൈ ഹാർട്ട് ചെയ്ത് ഹിഫ്ള് ചെയ്ത് കഴിഞ്ഞാൽ അവനത് അവന്റെ മെമ്മറിയിൽ ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കണം. പഠിക്കാൻ മറക്കുക അല്ല, മെമ്മറിയിൽ ഫ്രഷ് ആയിരിക്കണം. അത് ചെയ്യണമെങ്കിൽ അത് പഠിച്ചുകൊണ്ടേയിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ലിസാൻ കൊണ്ട്, നാവ് കൊണ്ടുള്ള ദിക്റാണ്. നമ്മൾ ഖുർആന്റെ കാര്യത്തിൽ ആ ഗ്രന്ഥത്തിലുള്ളത് എന്തോ അത് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നതൊക്കെയാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം. അതിന് സഹായകമായത് എന്തോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. വദ്കുറു മാഫിഹി. അപ്പം ദിക്ർ പലതരത്തിലുണ്ട് അല്ലെ, 3 തരത്തിലുണ്ട്. അപ്പം ഹൃദയത്തിലുള്ളത് അത് ഫ്രഷ് ആക്കി വെച്ചോണ്ടേയിരിക്കണം. നമ്മൾ അതിനകത്തുള്ളത് ഓതിക്കൊണ്ടേയിരിക്കണം. ആ കംപ്ലീറ്റ് ബുക്ക് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം. മൂന്നാമത് ജവാരിഹ് കൊണ്ടുള്ള ദിക്ർ, നമ്മളുടെ അവയവങ്ങൾ കൊണ്ടുള്ള ദിക്ർ. ഖുർആനിൽ എന്ത് കൽപ്പന നൽകിയോ ആ കൽപ്പനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അവന്റെ പ്രവർത്തനങ്ങളിൽ അത് വരണം. അപ്പം എന്തിനാണ് ഇത് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിങ്ങൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഖുർആനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ഗ്രന്ഥത്തെ നിങ്ങൾ ദിക്ർ ചെയ്യണം എന്ന് അള്ളാഹു എന്തുകൊണ്ടാ പറയുന്നത്? ലഅല്ലക്കും, എന്നാൽ നിങ്ങൾ ആയേക്കാം, തത്തഖൂൻ, തഖ്വയുള്ളവര്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നവര് അല്ലെ, വിഖായ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തഖ്വയുള്ളവരാകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ കൂടുതൽ നമുക്ക് വിഖായയുടെ അർത്ഥം അറിയാലോ അല്ലെ, അത് നമ്മളൊരു ഷീൽഡാണ്. അള്ളാഹുവിന് തൃപ്തിയുള്ളത് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക, തൃപ്തിയില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ. അപ്പൊ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യാൻ പറ്റും, തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഗ്രന്ഥത്തെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, ദിക്ർ ചെയ്യുകയാണെങ്കിൽ, അതിനെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തഖ്വ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ നന്മ ചെയ്യും, തിന്മയിൽ നിന്ന് മാറി നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ട്രിക്ക് പറഞ്ഞു തരാണ് നമുക്ക് അല്ലെ. നമുക്ക് സൂറത്ത് ബഖറയിലെ 183 ആയത്ത്, ഇനി അങ്ങോട്ടുള്ള 1-2 മാസങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. അപ്പൊ നോമ്പ് നിങ്ങളുടെ മുമ്പിലുള്ളവരുടെ അടുത്ത് പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നോമ്പ് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യേ. ആ ആയത്തിന്റെ അവസാനത്തിൽ എന്താ പറഞ്ഞ? ലഅല്ലക്കും തത്തഖൂൻ, 21-ാമത്തെ ആയത്ത് അല്ലെ. അത് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം നമ്മളടുത്ത് പറഞ്ഞത് ഈ ഗ്രന്ഥം അത് ഹിദായത്താണ്. അത് ഹിദായത്ത് കിട്ടുക മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീ എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ്. അത് കേട്ടപ്പോഴേ നമ്മൾ പഠിച്ചു, അല്ലാഹ് നമ്മൾ ഇതൊന്നും അല്ലല്ലോ എന്ന്. പക്ഷെ ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട് റബ്ബ് ടിപ്പുകൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ആദ്യം പറഞ്ഞു നിങ്ങൾ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഇപ്പൊ പറയുന്നു എന്താണ്? നിങ്ങൾക്ക് തന്ന ഗ്രന്ഥത്തിനെ മുറുകെ പിടിക്കുക, അതിന്റെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഹൃദയത്തിൽ ദിക്ർ ചെയ്യണം, നാവ് കൊണ്ട് ദിക്ർ ചെയ്യണം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രവൃത്തിയിൽ ദിക്ർ ചെയ്യണം. സുബ്ഹാനല്ലാഹ്.
അപ്പൊ നിങ്ങൾക്ക് എന്താവാൻ പറ്റും? തഖ്വ ഉണ്ടാവാൻ പറ്റും. തഖ്വ ഉണ്ടാവാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഷീൽഡ് ധരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കുറേ ചെയ്യുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ അങ്ങനെ അപ്രകാരം നമുക്ക് തഖ്വ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താൻ പറ്റും? കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ പറ്റും. ഒരാള് അല്ലെ, ഒരാൾ ഒരു പ്രവൃത്തി നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അയാളുടെ ഹൃദയത്തില് ഒരു തൃപ്തിയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ഒരു സമാധാനം ഒക്കെയാണ്. കാരണം അതിനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശം നിറവേറപ്പെടുകയാണ് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു മെഷീനെ അതിനെ എന്തിനാണോ അതിനെ വാങ്ങിയത് അതിനു വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതിന് വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പൊ അതുപോലെ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് തൃപ്തി വരും. അത് ഓക്കെ, അൽഹംദുലില്ലാ, ഒരു അച്ചീവ്മെന്റ് അല്ലേ, ഒരു ഫുൾഫിൽമെന്റ്, ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് വരും. അത് നമ്മുടെ ഹൃദയത്തിന് ഒരു എന്താ പറയാ ഭക്ഷണം കിട്ടിയ പോലെ, ഹൃദയത്തിന് ആവശ്യമുള്ളത് കിട്ടിയതുപോലെയാണ്. അങ്ങനെ ഹൃദയത്തിന് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ അത് ഇനിയും അതുപോലത്തെ ഇനിയും ചെയ്യണം എന്ന് തോന്നും അല്ലെ. എന്നാൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുസരണക്കേട് കാണിച്ച് തിന്മ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവനിങ്ങനെ അറിയാതെ അവന്റെ റബ്ബിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഡിസ്റ്റൻസ് വരും അല്ലെ, വഹ്ഷ. പിന്നെ അവന് പേടിയാണ് റബ്ബ്, എങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ അവന് പിന്നെയും അടുത്തത് തിന്മകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. ഒരു തിന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഭയത്താൽ നമ്മൾ മാറി നിൽക്കും. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നന്മ മറ്റൊരു നന്മയിലേക്ക് നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ വേണ്ടി, കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബുക്കിനെ ഹോൾഡ് ഓൺ ചെയ്യുക. സുബ്ഹാനല്ലാഹ്, ആ ഗ്രന്ഥത്തിലുള്ളത് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക, ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവും. അതിനകത്തുള്ളത് നിങ്ങൾ ദിക്ർ ചെയ്യാന്ന് പറയുമ്പോൾ അത് മനസ്സിൽ ദിക്ർ ചെയ്യുക, നാവ് കൊണ്ട് ദിക്ർ ചെയ്യുക, അതിനകത്തുള്ളത് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അതാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പടി. ഇവിടെ ബനി ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത ഒരു എന്താണ്, അവരിൽ നിന്ന് എടുത്ത ഒരു ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. എന്തായിരുന്നു ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്? എപ്പോഴാണ് അത് എടുത്തത്? നമുക്കറിയാം, മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വന്നിട്ട് അവർക്ക് തൗറാത്ത് കൊടുത്തപ്പം അവരെന്താ പറഞ്ഞേ? ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കാൻ പോണില്ല, അള്ളാഹുവിനെ നേരിട്ട് കണ്ടാലല്ലാതെ അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നിങ്ങള് എന്താണ് ഇടുത്തി വന്ന് പിടിച്ചു, നിങ്ങൾ തീർന്നു. പിന്നീട് നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് തന്നു. ഇവിടെ വീണ്ടും മൂസ അലൈഹി സ്വലാം ഈ ഗ്രന്ഥം അവരടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മൾ ഇത് പഠിക്കൂല. അവര് ഡിറ്റർമിൻഡ് ആണ്, ഇത് പഠിക്കൂല എന്ന് അവർക്ക് ഡിറ്റർമിനേഷൻ. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ തന്നെ അല്ലെ, ഖുർആൻ ആൾക്കാരെടുത്ത് ഖുർആൻ എന്നതാണ്, ഖുർആൻ പഠിക്കുക, ഖുർആനിൽ അതുണ്ട് എന്ന് പറയുമ്പോൾ അവര് അധികം പഠിച്ചു കഴിഞ്ഞാല്, പലരും അങ്ങനെ തന്നെ പറയാറുണ്ട്, അധികം പഠിച്ചു കഴിഞ്ഞാല് അതൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ അത് അനുസരിക്കേണ്ടി വരും. അത് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സിൽ അതുണ്ടാവും, ഇത് കുറച്ചധികം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലതും മാറ്റേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും, അതൊന്നും കയ്യിൽ, അതിനൊന്നും സമയമായില്ല, നമ്മളിപ്പോഴും യങ് ആണ്, അതൊക്കെ മരിക്കാൻ നേരം നോക്കാന്നല്ലേ. എനിക്കത് ആ അനുസരണം കാണിക്കണ്ട, എനിക്കത് പഠിക്കണ്ട. ബനി ഇസ്രായേലിനെ പോലെ തന്നെ അല്ലെ. അതോ ഇതിനകത്ത് എന്താണ് എനിക്കുള്ളത്, ഞാൻ എന്ത് മാറ്റമാണ് എനിക്ക് വരുത്താനുള്ളത് എന്നുള്ള ചിന്തിച്ച് ഖുർആനെ സമീപിക്കുന്നവർ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ബനി ഇസ്രായേൽ ഇതന്നെയാ കാണിച്ചത്. വീണ്ടും വീണ്ടും കൊണ്ടുവരുമ്പം അവർ വീണ്ടും വീണ്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട്, ഇല്ല നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറയാം. അവർ കണ്ടിന്യൂസ് ആയിട്ട് അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഖുർആനെ നിരസിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മല അവരുടെ മേലെ ഉയർത്തിപ്പിടിച്ചു, അവരുടെ തലകളുടെ മേലെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് സ്വീകരിച്ചോ, അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നിങ്ങളുടെ പരിപാടി തീരും. അപ്പോഴും അങ്ങനെയായിരുന്നു അല്ലെ. ആദ്യം പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടില്ലെങ്കിൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടുത്തി വന്ന് അവരെ പണി തീർത്തിട്ട് അള്ളാഹു വീണ്ടും അവർക്കൊരു ചാൻസ് കൊടുത്തു. ഇപ്പൊ അവരുടെ മുകളിൽ മല പൊക്കി പിടിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇത് സ്വീകരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തീരും ഇതോടുകൂടി. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന കൗമാണ് അല്ലെ. കടല് പിളർത്തി ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് എന്തിനു വേണ്ടിയാ? അവർ ഈ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടും ഈ ഗ്രന്ഥത്തെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്തിട്ടും അല്ലെ,
അള്ളാഹു ഇതിനു വേണ്ടിയാണ് അവരെ ഉണ്ടാക്കി കൊണ്ടുവന്നത്, അവരെ രക്ഷിച്ചു കൊണ്ടുവന്നത്, അവർക്കെല്ലാം കൊടുത്തത്. ഇതൊക്കെ ചെയ്തിട്ടും ഇന്നത് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞ തൗറാത്തും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് ഞങ്ങളെ കൊണ്ട് പറ്റൂല, നമ്മളത് ചെയ്യൂല, നമ്മൾ സ്വീകരിക്കൂല, നമ്മൾ കേക്ക് തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഒരു കൂട്ടരെ ഇന്നതിനാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ പറഞ്ഞ പണി അവരെടുക്കൂലെങ്കിൽ പിന്നെ അവരെ ആവശ്യം അള്ളാഹ്ക്കില്ലല്ലോ അല്ലെ. അവരെ രക്ഷിക്കേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. അള്ളാഹു മല അവരുടെ മേലെ ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തീരുമാനമായി, നിങ്ങൾ തീർന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് സ്വാഭാവികമായും പേടിച്ചു അല്ലെ. അവരെ ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞപ്പം അവരൊന്ന് പേടിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിച്ചോളാം. അവര് ആ പ്രോമിസ് അള്ളാഹ്ക്ക് കൊടുത്തു. ഞങ്ങൾ ആ ബുക്ക് തൗറാത്ത് കേട്ടോളാം, അനുസരിച്ചോളാം, അതിലുള്ളതൊക്കെ ഓർത്തോളാം. അവര് പ്രോമിസ് കൊടുത്തു. ആ പ്രോമിസ് ആണ് അഖദ്നാ മീസാഖക്കും. അവർ അള്ളാഹ്ക്ക് കൊടുത്ത ഉറച്ച ആ ഒരു പ്രോമിസ് ആണ് ഈ അഖദ്നാ മീസാഖക്കും. ഞങ്ങൾ ഒരിക്കലും മറക്കൂല, നമ്മൾ അതൊരിക്കലും മറക്കൂല എന്ന് പറഞ്ഞിട്ടല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നിങ്ങൾ അത് സ്ട്രോങ് ആയിട്ട് അത് പിടിക്കി, അപ്പൊ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കാം. അപ്പം അവരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അള്ളാഹു പരിഹാരവും കൂടെ കാണിച്ചു കൊടുക്കണം അല്ലെ. ഇവരെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്, ഇവര് വിചാരിച്ചിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അപ്പം നമ്മളില്ലേ ഓരോരുത്തരുടെ പ്രശ്നം കൊണ്ടുവരുമ്പോൾ നമ്മൾ അവർക്ക് ടിപ്പ് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്തോ നിങ്ങൾ, അങ്ങനെ ചെയ്തു. അപ്പൊ അള്ളാഹു അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അനുസരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയാം നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ ബുക്കിനകത്തുള്ളത് അത് നിങ്ങൾ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി, അത് ഫുള്ള് വായിക്കുക, അത് മുഴുവൻ മനസ്സിലാക്കുക, അതിനനുസരിച്ച് അങ്ങ് ജീവിക്കുക. അപ്പൊ നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് തഖ്വ വന്നോളൂ, നാച്ചുറലി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നാച്ചുറലി നിങ്ങൾക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. അതൊരു എളുപ്പമാണ്, സത്യമായിട്ടും അതൊരു എളുപ്പമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ എന്താ പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു 10-15 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്ന പഠിച്ചനെ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ മാറുക, ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ, എനിക്കത് മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചത് ഓരോ ആയത്തുകളും നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് അല്ലെ. പണ്ടത്തതിനേക്കാൾ ഈസി ആയിട്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാഹു അവർക്കൊരു എളുപ്പം പറഞ്ഞു കൊടുക്കുകയാണ്. വദ്കുറു മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അത് ഓർത്താ മതി, അതിനകത്തുള്ളത് അതിന് സ്ട്രോങ് ആയിട്ട് വിടാതെ പിടിച്ചാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് എന്താവാം, തഖ്വയുള്ള ആൾക്കാരാവാം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. സുബ്ഹാനല്ലാഹ്. അവരത് ഏറ്റെടുക്കുകയും ചെയ്തു, അവര് പ്രോമിസ് കൊടുക്കുകയും ചെയ്തു. അടുത്ത ആയത്തും കൊണ്ട് എടുക്കാലോ അല്ലെ. അപ്പം 64 സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ. എന്നിട്ട് അതിനുശേഷവും നിങ്ങൾ പുറകോട്ട് പോയി, അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെടുമായിരുന്നു. വാക്കർത്ഥം നോക്കാം. സുമ്മ പിന്നീട്, തവല്ലൈത്തും നിങ്ങൾ പിന്തിരിഞ്ഞു, വാവ് ലാംയ തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു, തും നിങ്ങൾ എല്ലാവരും, മിൻ ബഅദി അതിനുശേഷം, ദാലിക മിംബാദി ശേഷം, ദാലിക അതിന്, ഫലൗല ഫ അതുകൊണ്ട് ലൗ ഇല്ല ആയിരുന്നില്ല ആയിരുന്നു എങ്കിൽ, ലാ ഇല്ല, ഓക്കെ, ഇല്ലായിരുന്നു എങ്കിൽ, ഫദ്ലു അനുഗ്രഹം, അള്ളാഹി അള്ളാഹുവിന്റെ, അലൈക്കും നിങ്ങളുടെ മേൽ, അലൈക്കും അത് ശ്രദ്ധിക്കുക, വറഹ്മതുഹു അവന്റെ കാരുണ്യം, റഹ്മത്തുഹു അതും ശ്രദ്ധിക്കുക, ലകുൻതും നിങ്ങളാകുമായിരുന്നു, മിനൽ ഖാസിരീൻ നഷ്ടക്കാരിൽ പെട്ടവർ. തഫ്സീർ നോക്കാം. ഈ ഒരായത്തും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കിയ ഒരു നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഇത് എടുത്തത്. കുറച്ച് സമയമായി എന്നറിയാം, എന്നാലും. അപ്പം അവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് അവരോട് ഈ ഒരു ഉടമ്പടിയൊക്കെ വാങ്ങിയിട്ട് എന്താ സംഭവിച്ചത്? അതിനുശേഷം അള്ളാഹു പറയാണ്, സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക, അതിനുശേഷവും നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. വാവുലാമിയ വല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയ. അതിനുശേഷവും നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. മിൻ ബഅദി ദാലിക അതിന് ശേഷവും. അപ്പൊ ആ ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉടമ്പടി അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് ഉണ്ടാക്കിയിട്ടും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്ക് അവർ കൊടുത്തിട്ടും അവര് പിന്തിരിഞ്ഞു കളഞ്ഞു. അവരെങ്ങനെയാ പിന്തിരിഞ്ഞു കളഞ്ഞത്? അവരുടെ പ്രോമിസ് എന്തായിരുന്നു? ഇല്ല, ഞങ്ങള് അള്ളാഹ് ഈ മല പൊക്കി പിടിച്ച സമയത്ത് നിങ്ങൾ ഇപ്പൊ നശിപ്പിക്കുന്ന പറഞ്ഞപ്പോ ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾ ആ ബുക്കിൽ പറഞ്ഞതൊക്കെ കേട്ടോളാം, അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചോളാം. പക്ഷെ അവര് ആ ബുക്കിനനുസരിച്ച് ജീവിച്ചില്ല. അവര് സ്ട്രോങ് ആയിട്ട് കുവ്വത്തോടു കൂടി അതിനെ ഹോൾഡ് ഓൺ ചെയ്തില്ല. അവര് ബുക്കിനെ മറന്നു കളഞ്ഞു. അവരോട് വസ്കുറു മാഫീഹി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതിലുള്ളത് ഓർക്ക്, അതിലുള്ളത് വായിക്ക്, അതിനകത്തുള്ളതിനനുസരിച്ച് ജീവിക്ക്. പക്ഷെ അവര് മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. ഒരു കാലം ബനി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു,
ആ കാലത്ത് അവർക്ക് തൗറാത്തിന്റെ ഒരു സിംഗിൾ കോപ്പി പോലും ഇല്ലാതിരുന്ന സമയം, അവർക്കൊരു സിംഗിൾ പീസ് തൗറാത്തിന്റെ കോപ്പി പോലും ആക്സസ് ഇല്ലാത്ത ഒരു സമയം. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് വീണ്ടും പ്രവാചകന്മാരെ അയച്ചിട്ട് അവരെ വീണ്ടും ബുക്ക് പഠിപ്പിക്കുക, തൗറാത്ത് പഠിപ്പിക്കാനുണ്ടായത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് മുസ്ലിങ്ങൾക്ക് ഖുർആനിലേക്ക് ഒരു ആക്സസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസരം, ഖുർആൻ കാണാനോ തൊടാനോ വായിക്കാനോ മനസ്സിലാക്കാനോ നമ്മളുടെ മുമ്പിൽ അത് ഇല്ലാത്തൊരു അവസരം. സുബ്ഹാനല്ലാഹ്. ആളുകൾ അള്ളാഹുവിൽ നിന്ന് എത്രത്തോളം അകന്നു പോയാലായിരിക്കും അല്ലെ അങ്ങനെ സംഭവിക്കാം. സ്വയം മറന്നു പോവാ, അവരെന്തിനാ സൃഷ്ടിച്ചത് എന്ന് പോലും മറന്നു പോകണം അല്ലെ ഖുർആൻ അങ്ങനെ മറക്കണമെങ്കിൽ. കാരണം അവരെ സൃഷ്ടിച്ചത് എന്തിനാ, ഇതിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനും ഇത് പഠിക്കാനും ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാനുമാണ്. അവരിൽ നിന്ന് എടുത്ത ആ അനുഗ്രഹം ഇപ്പൊ നമ്മളിലാ തന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഡ്യൂട്ടി നമ്മളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് എത്രത്തോളം മറന്നു പോയാല്, നമ്മൾ എന്താണെന്ന് സ്വയം മറന്നു പോയാലായിരിക്കും അങ്ങനെ അവരുടെ ഗ്രന്ഥത്തിനെ മറന്നു പോവുക, സ്വന്തം ഐഡന്റിറ്റി പോലും മറക്കുക അല്ലെ. അതുപോലെ ഒരു അവസരം നമ്മളുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിലൂടെയാണ് ബനി ഇസ്രായേൽ കടന്നു പോയത്. അള്ളാഹു പറയണ, നിങ്ങൾ അതിൽ നിന്നും വീണ്ടും പിന്തിരിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി മറന്നുപോയി, നിങ്ങളുടെ ഉടമ്പടിക്ക് അനുസരിച്ച് ജീവിച്ചില്ല. അപ്പൊ ഉറപ്പായിട്ടും അവര് ശിക്ഷ അർഹിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ തൊട്ട് മുമ്പേ 2 കാര്യങ്ങളിലും പറഞ്ഞു, അവരത് ഫോളോ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് ഇരുത്തി കൊടുത്തു, എന്നിട്ട് അവർക്ക് അവസരം കൊടുത്തു. വീണ്ടും ഫോളോ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മല അവരുടെ മേലെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവർ പറഞ്ഞു, ഇല്ല ഇല്ല ഞങ്ങൾ അനുസരിച്ചോളാം. എന്നിട്ട് അതിനുശേഷവും അവര് പിന്തിരിഞ്ഞു കളഞ്ഞു. അവരെന്താ അർഹിക്കുന്നത്? ശിക്ഷയല്ലാതെ വേറൊന്നുമല്ല അല്ലെ. അവരവരുടെ ഉടമ്പടി സ്വീകരിച്ചില്ല, ശിക്ഷ മല അവരുടെ മുകളിൽ പൊക്കി വെച്ചു, എന്നിട്ടും അവർ സ്വീകരിച്ചില്ല. അവർക്ക് ശിക്ഷയല്ലാതെ വേറൊന്നും അർഹിക്കുന്നില്ല, അവർ തീർന്നിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവരെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗ്രന്ഥം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് വീണ്ടും പുറത്തു കൊടുത്തു. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫദ്ല് എന്ന് പറയുന്ന നമുക്കറിയാലേ, ഒരാൾ അർഹിക്കുന്നതിനേക്കാളും മേലെയുള്ള അനുഗ്രഹം. നമ്മള് സാലറിയും ബോണസും പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറി എന്ന് പറഞ്ഞാൽ ഒരാൾ പണിയെടുത്തതിന് കൊടുക്കുന്ന പൈസയാണ്. ബോണസ് എന്ന് പറയുന്നത് അവർ അർഹിക്കുന്നതിന്റെ മേലെ ആ ഒരു എംപ്ലോയറിന്റെ ഫേവർ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഫദ്ൽ എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫദ്ൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അർഹിക്കാത്ത അത്രയും അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കാരുണ്യം നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ അടുത്തൊരു ചാൻസ് അർഹിക്കുന്നില്ല അല്ലെ, ഇത്രയൊക്കെ ആയിട്ടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവന്റെ കാരുണ്യം കൊണ്ട്, വറഹ്മത്തുഹു, അവന്റെ കാരുണ്യം കൊണ്ട് എന്താണ് അള്ളാഹു കൊടുത്തു. എന്തായിരുന്നു അവരുടെ മേലുള്ള കാരുണ്യം? അവര് ഗ്രന്ഥം മറന്നു, അവര് ഗ്രന്ഥത്തിനെ നിഷേധിച്ചു, അതിനെ ഇഗ്നോർ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? അവർക്ക് വീണ്ടും പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യവും അവർ ഇതിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോഴും വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരിലേക്ക് പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു, അവരെ വീണ്ടും നേർവഴിയിൽ നടത്താൻ വേണ്ടിയിട്ട്. ഇതാണ് റബ്ബിന്റെ കാരുണ്യം. സുബ്ഹാനല്ലാഹ്. നമുക്കും ഈ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അൽഹംദുലില്ലാഹ്. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു. ശരിക്കും റബ്ബിന്റെ ഫദ്ല് മാത്രമാണ് അല്ലെ, നമ്മൾ അർഹിക്കുന്നതേ അല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ ആയിരുന്നേനെ മിനൽ ഖാസിരീൻ. ഖാസിർ നഷ്ടക്കാരൻ, ഖുസ്റാൻ അനുഭവിക്കുന്നവര്, ഖാസിരീൻ അതിന്റെ ബഹുവചനം. നിശ്ചയമായി നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായനെ. എവിടെ? ഇഹത്തിലും പരത്തിലും അല്ലെ. ഇവിടെ നിന്ന് അവര് ശിക്ഷ കൊണ്ട് അവരെ നശിപ്പിച്ചതിനെ പരലോകത്ത് അവർക്ക് യാതൊരു പ്രതീക്ഷയും ബാക്കി ഉണ്ടാവില്ലായിരുന്നു, ഒരു നന്മയും അവർക്ക് ലഭിക്കില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തിന്റെ ലെസൺസ് കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഒരുപാട് ചിന്തിക്കാനുണ്ട്. ചിന്തിക്കാനുള്ള അത്രയും പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ അത് ഇതിനു വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മളിത് പഠിക്കാന്ന് പറയുന്നത് ഇതന്നെ കേട്ട് വീണ്ടും ഒരു വശം. അതിലും നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ 1-2 പ്രാവശ്യം കേൾക്കുമ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ആ ഒരു ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ് മാത്രം എഴുതിയിട്ട് ബാക്കിയുള്ള സമയം ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഓരോ ആയത്തിനെ കുറിച്ച് വീണ്ടും റിഫ്ലക്ട് ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മളുടെ ഹിഫ്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ
അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ദിവസത്തെയും ഒരു ഫർദ് നമസ്കാരത്തിലെങ്കിലും ഈ ആയത്തുകൾ വരിക. ആ ഒരു സമയത്ത് ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക. തഹജ്ജുദിന്റെ സമയത്താണെങ്കിലും അത് ആയത്ത് മാത്രം എടുത്തു വെച്ചിട്ട് ചിന്തിക്കുക, നമ്മളെ ജീവിതത്തിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുവരാം. നമ്മളിപ്പം ക്ലാസ്സിൽ പറയുന്നതിനേക്കാളും ഒരുപാട് റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടും. അത്രയും നമ്മളെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാനും പറ്റും. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സിറ്റുവേഷനും മാച്ച് ആയത് റബ്ബ് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തരും. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിച്ച് ദുആ ചെയ്ത് ശ്രമിച്ചാൽ മതി. അപ്പം ഈ ആയത്തിലുള്ള ലെസൺസ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന്റെ അടുത്ത് അവര് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. നമ്മൾ ആരോടെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്ത എന്തെങ്കിലും നന്മയെ നമ്മൾ എടുത്തു വെച്ച് ഓർമ്മിപ്പിക്കണമെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? അവര് അത് സ്വീകരിക്കാനും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അവർക്ക് അവര് നമ്മളുമായിട്ടുണ്ടാക്കിയ ഒരു പ്രോമിസിന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. പ്രോമിസിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് അത് പറഞ്ഞതല്ലേ, നീ ഇത് ചെയ്യുന്നു പറഞ്ഞതല്ലേ അല്ലെ. നമ്മളെ മക്കളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്നിട്ട് നീ ഇത് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇവിടെ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്തുള്ള ജൂതന്മാരെന്ന് പറയുന്നത് അവരിൽ നിന്നല്ല ഈ ഒരു ഉടമ്പടി എടുത്തത് അല്ലെ, അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്നാണ്. പക്ഷെ ഒരു ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു ബോഡിയാണ്, ഒരു ബോഡി പോലെയാണ്. ആദ്യം വന്ന ആളുകൾക്ക് കൊടുത്ത അതേ ഉത്തരവാദിത്വം അവസാനം വന്ന ആൾക്കാർക്കും ഉണ്ട് അല്ലെ. എല്ലാ ജനറേഷനും ആ ഉത്തരവാദിത്വം ഉണ്ട്. സ്വഹാബാക്കളുടെ അടുത്ത് 1400 കൊല്ലം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് നമുക്കും കൂടെ ഉള്ളതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാരുടെ അടുത്ത് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് ഇങ്ങനെ ഒരു ഉടമ്പടി തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ അത് ചെയ്യേണ്ടെന്നല്ല അല്ലെ, നിങ്ങളും അതനുസരിച്ച് ജീവിക്കണം. അവരെ ഓർമ്മപ്പെടുത്താണ്. ആ ഗ്രന്ഥം നിങ്ങൾ ഉറപ്പായിട്ടും തൗറാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. നമ്മൾ വിചാരിക്കും ഇതെന്തിനാ വീണ്ടും വീണ്ടും തൗറാത്തിനെ മുറുകെ പിടിക്കുന്ന കാര്യം പറയുന്നത്, ഖുർആനല്ലേ എന്നല്ലേ. തൗറാത്തിനെ മുറുകെ പിടിക്കണം എന്ന് പറയുമ്പോൾ തൗറാത്ത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൗറാത്തിലുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ വരുമ്പോൾ നിങ്ങൾ ആ പ്രവാചകനെ ഫോളോ ചെയ്യണം, അവനെ സപ്പോർട്ട് ചെയ്യണം, അവനെ അംഗീകരിക്കണം എന്നുള്ളതല്ലേ. അത് ഇൻ എഫക്ട് എന്താ, ഈ ഖുർആനെ മുറുകെ പിടിക്കലായി അല്ലേ. കാരണം ആ പ്രവാചകനെ കൊണ്ടുവരുന്നതും പിന്നെ അപ്പൊ അവരെടുക്കണല്ലോ. അപ്പൊ അവരെടുത്ത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ഖുർആനെ ഫോളോ ചെയ്യുന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ ഒരു ഉടമ്പടി തന്നിട്ടുണ്ടായിരുന്നു, അവർ തൗറാത്ത് ഫോളോ ചെയ്യുന്നു, അത് നിങ്ങളും ഫോളോ ചെയ്യണം. നിങ്ങൾ തൗറാത്ത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ തൗറാത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഫോളോ ചെയ്യുക, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക, ഖുർആൻ ഫോളോ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഖുർആനിൽ അവർക്കുള്ള പല ഉത്തരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാറുണ്ടായിരുന്നു. അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പല സംശയങ്ങളും ചോദിച്ചു വരാറുണ്ടായിരുന്നു. യഹൂദികള് റൂഹിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം സൂറത്ത് ഇസ്രായേൽ 85-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഇറക്കിയ ഒരു ആയത്തുണ്ട്. വയസ്അലൂനക അനി റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിന്നോട് അവർ ആത്മാവിനെ പറ്റി, റൂഹിനെ പറ്റി ചോദിക്കുന്നു, നീ പറയുക ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ പെട്ടതാവുന്നു, അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും കൂടെയുള്ള ഉത്തരങ്ങൾ ഖുർആനിൽ കൊടുക്കാറുണ്ടായിരുന്നു. അവര് പല പല കാര്യങ്ങളും ചോദിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമായിരുന്നു. മുശ്രിക്കുകളെ അയക്കുമായിരുന്നു അവരുടെ സംശയങ്ങൾ ചോദിച്ചു പ്രവാചകന്റെ അടുത്ത്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രവാചകനെ അംഗീകരിക്കുക എന്നുള്ള കാര്യം അവരുടെ പൂർവികന്മാരെ പോലെ തന്നെ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് അവര് ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു. അവരെ വീണ്ടും വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പൂർവികന്മാർക്ക് ഞാൻ തൗറാത്ത് കൊടുത്തു, അവരുടെ മേലെ ഞാൻ മല ഉയർത്തി പിടിച്ചു, അവരെന്നിട്ട് ഏറ്റെടുത്തു, പക്ഷേ അവരത് ചെയ്തില്ല. നിങ്ങൾക്കും അതേ നാശം നിങ്ങൾക്കും വരണോ? സുബ്ഹാനല്ലാഹ്. ഇത് ഓരോന്ന് ചോദിക്കുമ്പോഴും നമ്മളെ തന്നെ ആ പൊസിഷനിൽ കാണാം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെ, ഒരു ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ ഏറ്റെടുത്ത ഉടമ്പടി എന്താണെന്ന് നമ്മൾ ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക, അത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത് അള്ളാഹു പറയുന്നു, അള്ളാഹു ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിന് ജെന്റിൽ ആവേണ്ട സമയത്ത് ജെന്റിൽ ആവണം, ഹാഷ് ആവേണ്ട സമയത്ത് ഹാഷായിട്ട് തന്നെ എടുക്കണം. മല അവരുടെ മുകളിൽ ഉയർത്തിപ്പിടിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മളേക്കും വല്ലാതെ സ്ട്രിക്റ്റ് ആയി പോയത് അല്ലേ. ഇത് ശരിയല്ലല്ലോ, അവർക്കൊരു ഫ്രീഡം കൊടുക്കണ്ടേ, അവർക്ക് ചൂസ് ചെയ്യാനുള്ളല്ലേ. ഇതൊക്കെ നിർബന്ധിച്ച് എടുപ്പിക്കേണ്ട കാര്യമാണോ? പക്ഷെ എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്, ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഒരു പ്രത്യേക കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ആൾക്കാർ. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സേവ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും നമ്മളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുക. അള്ളാഹു നമ്മളെ ഒരു സമയം എടുത്ത് നമ്മളെ പഠിപ്പിക്കും, തർബിയ ചെയ്യും അല്ലെ. എന്നിട്ട് അള്ളാഹു നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്യണമെന്ന് അള്ളാഹു
നമ്മളുടെ ഉള്ളിൽ അല്ലെ പല രീതിയിൽ നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളോ ഇല്ല എന്നെ കൊണ്ട് പറ്റൂല. ഒന്നാമത് എനിക്ക് അത് പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും പറ്റൂല. പിന്നെ അത് സ്പ്രെഡ് ചെയ്യാ ഖിലാഫത്ത് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ വേറെ പണ്ഡിതന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള അല്ലെ. ഒരു കൗമിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അത് നമ്മൾ ചെയ്യാതാവുമ്പോൾ അള്ളാഹു നമുക്ക് പല രീതിയിലുള്ള ടഫ് സിറ്റുവേഷൻസും തരും. അവരെ പോലെ എല്ലാവരുടെയും മേലെ മല പൊക്കി പിടിക്കുകയല്ല റബ്ബ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ മലകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പിടിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ സ്വീകരിക്കുന്നോ, നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി ചെയ്യുന്നോ അല്ലെ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും വേറെ വേറെ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മല പൊക്കി പിടിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കണ്ണ് തുറക്കൂല, പറ്റൂല, ഞാൻ അള്ള പൊക്കി പിടിച്ച് അവിടെ നിന്നോ, എന്നാലും ഞാൻ എന്റെ കാര്യം മനസ്സിലാക്കൂല, എന്റെ കർത്തവ്യം മനസ്സിലാക്കൂല, ഞാൻ ഖുർആൻ മനസ്സിലാക്കൂല, ജീവിതത്തിൽ കൊണ്ടുവരൂല, ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യില്ല. അള്ളാഹ് ചിലപ്പോൾ അതായിരിക്കും അള്ളാഹിന്റെ ഉദ്ദേശം. അള്ളാഹ് എന്നാ വെച്ചാൽ വേണ്ടത് ചെയ്തോ, ഞാൻ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കും, 4 റബ്ബി എന്തിനാ ഇങ്ങനെ മല പൊക്കി പിടിച്ചെന്ന് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ ചെയ്യും, പക്ഷേ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യൂല. അള്ളാഹു നമ്മളെ ലൈഫ് വീണ്ടും ടഫാക്കും. വീണ്ടും അടുത്ത മല അള്ളാഹു സുബ്ഹാനഹു വ തആല പൊക്കി പിടിക്കും. നമ്മള് ഇല്ല, ഞാൻ കംപ്ലൈന്റ് അല്ലാണ്ട് ഇത് ഞാൻ എന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യൂല. അവൻ ഇസ്രായേലാണോ നമ്മളാണോ കൂടുതൽ മോശക്കാരെന്ന് നമ്മൾ ചോദിക്കുക. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും വേറെ 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 സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വേറെ വേറെ മലകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ, അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ളത് അല്ലെ. ഓരോരുത്തർക്കും എന്താണോ പ്രശ്നമാവാന്ന് മനസ്സിലാക്കിയിട്ട്, എന്താണോ അവരുടെ നഫ്സിന് ചായ്വുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ മലയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെ പൊക്കി പിടിക്കുന്നത്. എന്നാലെങ്കിലും നിങ്ങൾ തിരിയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, എന്നാലെങ്കിലും ഉണരുമായിരിക്കും, എന്നാലെങ്കിലും ഞാൻ നിങ്ങൾ സൃഷ്ടിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുമായിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളൊക്കെ ഇനി എത്ര കണ്ണ് തുറക്കാൻ കിടക്കുന്നല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ചില സാഹചര്യങ്ങളിൽ ജെന്റിലായിട്ട് പറഞ്ഞു തരുന്നത് വർക്ക്ഔട്ട് ആവും. നമുക്കൊക്കെ അങ്ങനെ ജെന്റിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ചില സമയത്ത് അള്ളാഹു സ്ട്രിക്റ്റ് ആവും, വളരെ ഫേം ആവും, സിറ്റുവേഷൻസ് തന്നുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മളെ കുട്ടികളെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട്, നീ നല്ല മോളാണല്ലോ, അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, നിനക്ക് ആ റിവാർഡ് തരാം, മിഠായി തരാം എന്നൊക്കെ പറയുന്ന സമയമുണ്ട്. എന്നാൽ ചില സമയത്തില്ലേ അവര് വല്ലാണ്ട് അതിര് കവിയുമ്പം, അവരൊരിപ്പോ തീയോട് കളിക്കുമ്പോ നമ്മൾ ആ മോളെ കുഴപ്പമില്ല, നീ നല്ല കുട്ടിയാ നമ്മൾ പറയില്ലല്ലേ, നിർത്ത് എന്ന് നമ്മൾ പറയും. നമ്മൾ സ്ട്രോങ് ആവേണ്ടടുത്ത് സ്ട്രോങ് ആവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ അപ്രോച്ച് അവർക്ക് പല 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 സമയങ്ങളിൽ അള്ളാഹു ലീനിയന്റ് ആയിട്ട് അള്ളാഹു അവർക്ക് സാഹചര്യങ്ങൾ കൊടുത്തു. പക്ഷെ സ്ട്രോങ് ആവേണ്ട സമയത്ത് സ്ട്രോങ് ആയി. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു അത്രയും സ്ട്രോങ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്ക് അള്ളാഹു ഒരു മലയെ പൊക്കി പിടിച്ച് നമ്മളുടെ മേലെ നിൽക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയേ മതിയാവും. അപ്പൊ അള്ളാഹു അതിനൊരു എളുപ്പം തരുകയും ചെയ്യും. എല്ലാത്തിനും അള്ളാഹു ഒരു എളുപ്പം തരും. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം, ഒരു ഗ്രന്ഥം അള്ളാഹു തന്നിട്ടില്ലേ, അതിനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിനെ പിടിക്കേണ്ടത്. ഖുർആനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഖുർആനെ കുറിച്ച് ചെയ്യുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് റിസൈറ്റ് ചെയ്യണം അല്ലെ. ഖുർആന്റെ തിലാവത്ത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആക്കണം. അതിനാണ് ഖുർആൻ. അതാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചു വെച്ചല്ലേ. അല്ലെങ്കിൽ ഖുർആൻ കുറേ ഖത്തം ഓതി തീർക്കണം, മനസ്സെവിടെയോ വെച്ചിട്ട് വീണ്ടും 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 അതങ്ങ് ഓതി തീർക്കണം. നല്ല ഭംഗിയായിട്ട് ഖുർആനെ സൂക്ഷിക്കണം. അതാണ് നമ്മൾ പൊതുവെ ഇത് അതിന്റെ, അതായത് ഖുർആനെ കുറിച്ചുള്ള ദിക്ർ അല്ലെങ്കിൽ ഖുർആനെ ഹോൾഡ് ഓൺ ചെയ്യാന്നുള്ളതിന്റെ നിർബന്ധമായിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്ന്, അതായത് നമ്മൾ നേരത്തെ ഈമാന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നല്ലേ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതേപോലെ ഖുർആനിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം നമ്മൾ സ്റ്റക്കായി പോകുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ലിസാന്റെ വർക്ക് മാത്രമായി പോകുന്നത് കൊണ്ട് കാര്യമില്ല. നാവ് കൊണ്ട് മാത്രം ഖുർആൻ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയവും നാവും പ്രവർത്തനവും ഉള്ളതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അതിനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുക എന്ന് പറയുമ്പം, അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ ഖുർആനെ പിടിക്കണമെങ്കിൽ നമ്മൾ അത് ഖുർആനിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കിയേ മതിയാവും. അതാണ് ഖുർആനോട് ഹോൾഡ് ഓൺ ചെയ്യാനുള്ള, ഖുവ്വത്തോട് കൂടി ഹോൾഡ് ഓൺ ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ. അതുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം പോലും ഒഴിയാത്ത കണക്ഷൻ അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായിട്ട് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുടനീളം അത് ഉണ്ടാക്കിയാലേ നമുക്ക് എന്താവോ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനോട് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും, അല്ലെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യാത്തവരായി പോകും, അല്ലെങ്കിൽ അതിനെ അനുസരിച്ച് ജീവിക്കാത്തവരായി പോകും. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ജനറോസിറ്റി, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ പൊറുക്കലും നമ്മൾ കണ്ടു അല്ലേ. എത്ര 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 തെറ്റുകൾ ചെയ്തു കഴിഞ്ഞിട്ടും ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് ചാൻസ്, ഇന്നും നമ്മൾ ഓരോരുത്തരും പലതിലും നിന്നുകൊണ്ട് വാശി പിടിക്കുകയാണ്.
അത് മാറ്റിത്താ റബ്ബേ, അത് മാറ്റിത്താ റബ്ബേ, എന്നിട്ട് വേണമെങ്കിൽ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ, ഞാൻ അള്ളാഹുലേക്ക് ഇത്രയൊക്കെ തിരിഞ്ഞല്ലോ, ഞാൻ ഇത്രയൊക്കെ അമല് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട്? ആ എന്നിട്ടും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മല അള്ളാഹു പൊക്കി പിടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത് ചെയ്യാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ പോലും അർഹിക്കുന്നില്ല. നമ്മളുടെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ ഫദ്ലാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യുക. നമ്മള് ബനി ഇസ്രായേലിന്റെ അവര് തൗറാത്ത് നിഷേധിക്കുന്ന അവരുടെ ഓരോ സാഹചര്യങ്ങളിലും നമ്മളെ കൊണ്ടുവന്നിട്ടിട്ട് ചിന്തിച്ചു നോക്കുക. നമ്മള് അല്ലെ, നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ 4 ഓക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഓള് ചെയ്ത് കണ്ടില്ലേ അല്ലേ, നമ്മൾ വേഗം പറയും അന്ന് ഞാൻ അവൾക്ക് ആ ഒരു പ്രശ്നം വന്നപ്പോ ഞാനെല്ലാം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് ഓള് ചെയ്ത് കണ്ടില്ലേ, മതി ഇനി ഓളെ കാര്യം നോക്കട്ടെ, എന്തെങ്കിലും കാട്ടൂർട്ടെ. സുബ്ഹാനല്ലാഹ്, നമ്മളെ വാക്കുകളിൽ പറയാറുള്ളതാണ് അല്ലെ, ഇനി ഓളെ കാര്യം നോക്കണ്ട. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? എന്നിട്ട് നമുക്ക് എത്ര 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 സൗകര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തു തന്നു. എത്ര പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് അള്ളാഹു വീണ്ടും വീണ്ടും അവസരം, അള്ളാഹുവിന്റെ ജനറോസിറ്റി, ഔദാര്യം, അള്ളാഹുവിന്റെ പൊറുക്കല്, ഇത്രയ്ക്കായിട്ടും ബനി ഇസ്രായേൽ വീണ്ടും തിരിഞ്ഞു കളഞ്ഞിട്ടും അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഫലൗല ഫദ്ലുല്ലാഹി അലൈക്കും റഹ്മത്തുഹു, എന്റെ ഫദ്ലും റഹ്മത്തും ഇല്ലായിരുന്നെങ്കിൽ അല്ലെ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമായിരുന്നു. ആ ഫദ്ലും റഹ്മത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മള്, എന്നിട്ട് നമ്മള് അനുസരണക്കേട്, തലതിരിവാണ് കാണിക്കുന്നെങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അവരെ പഠിപ്പിച്ചത് നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ കാരുണ്യം. അപ്പം നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്. ആരും നിരാശരാവേണ്ട സമയമല്ല ഇത്. നമ്മൾ ചെയ്തു പോയതൊക്കെ റബ്ബിനോട് ഏറ്റു പറയാ, ഇരുത്തുക, കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുക. പഴയത് കുറേ നമുക്ക് കവറപ്പ് ചെയ്യാനുണ്ട് അല്ലേ, അത് കവറപ്പ് ചെയ്യണമെങ്കിൽ പുതിയ നന്മകൾ ചെയ്തേ മതിയാവും. അത് ചെയ്യാനുള്ള എളുപ്പവഴിയും റബ്ബ് പറഞ്ഞു തന്നു അല്ലേ. എന്താണ്? ഈ ഗ്രന്ഥത്തില് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അള്ളാഹു ഇത് മരണം വരെയും ഇത് തുടരാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ റബ്ബിന്റെ സഹായം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റട്ടെ. ഈ ഒരു ട്രാക്കിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പല റീസൺസ് വരും. പല രീതിയിൽ നമ്മളുടെ തലയുടെ മേലെ തൂർ പർവ്വതം അല്ലെങ്കിൽ മല പൊക്കി വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിൽക്കും. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല, ഇത് പൊക്കി പിടിച്ചതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ഇത് പൊക്കി പിടിച്ചത് ഞാൻ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ്. ആ ചെയ്തു കഴിഞ്ഞാലേ ഇത് താത്തുള്ളൂ റബ്ബ്. അല്ലാതെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നു പറഞ്ഞ കരയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്ത തിന്മകളെ മായ്ക്കാൻ വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. നമ്മൾ ഖുർആനെ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. ഇപ്പോഴും നമ്മളെല്ലാവരും പല 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 പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് നമ്മൾ റബ്ബിന്റെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, റബ്ബേ എന്റെ പ്രശ്നം മാറ്റിത്താ, എന്റെ പ്രശ്നം മാറ്റിത്താ. അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയാൻ മറന്നു പോവാണ്, റബ്ബ് പ്രശ്നം മാറ്റിത്തരാത്തത് നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യാഞ്ഞിട്ടാണ്. അപ്പം അത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയാം, അതിലേക്ക് ഓടിയെടുക്കുക, റബ്ബിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. റബ്ബേ നീ ഞങ്ങളെ സഹായിക്കുക. അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استعثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.